Good morning, everyone. Welcome to Ada 24/7 Malayalam channel. This is Rindu Sebastian. Welcome to the Hindu Editorial Analysis of 6th January 2021. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം, നമസ്കാരം. ഇച്ചിരി വൈകി പോയിട്ടോ, 9 minutes ലേറ്റ് ആണ്. ഐം സോറി. ഇന്ന് ഇച്ചിരി ഒരു ടെക്നിക്കൽ ഡിഫിക്കൽറ്റി ഉണ്ടായിരുന്നു. അതുകൂടാതെ ഇന്ന് ഒരുപാട് വൊക്കാബ്സ് ഉണ്ട്. ഇന്ന് ലെറ്റ് മീ ടെൽ യു, ആദ്യം തന്നെ പറയാം, ഒരുപാട് വൊക്കാബ്സ് ഉണ്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ. ഇന്ന് ഒരുപാട് ഫ്രേസൽ വെർബ്സ് ആൻഡ് ഇഡിയംസ് ഉണ്ട്. ഇന്നത്തെ രണ്ട് ആർട്ടിക്കിളും റിച്ച് വിത്ത് വേർഡ്സ് ആൻഡ് ഇഡിയംസ് ആണ്. ഇഡിയംസ് ആൻഡ് ഫ്രേസസ്, വൺ വേർഡ്സ് ഉണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ഒരുപാട് ഡിസ്കസ് ചെയ്യാനുണ്ട്. സോ ലെറ്റ് സ്റ്റാർട്ട്. താമസിപ്പിക്കുന്നില്ല, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, കുറേ നേരം നിങ്ങൾ വെയിറ്റ് ചെയ്തു എന്ന് എനിക്കറിയാം. ഐ എം സോ സോറി കേട്ടോ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ സെഷൻ്റെ പ്രത്യേകം നിങ്ങൾക്കറിയാം, ഡെയിലി നമ്മൾ ആദ്യം തന്നെ എഡിറ്റോറിയൽസ് ഏതൊക്കെയാണ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു വിടും ഏതൊക്കെയാണ് എന്നുള്ളത്. എന്നിട്ട് നമ്മൾ ഇഡിയംസ്, ഫ്രേസൽ വെർബ്സിലോട്ട് പോകുന്നു. ദെൻ സിനോണിംസ്, ആന്റണിംസ്, പിന്നെ ആർട്ടിക്കിൾ ഓഫ് ദി ഡേ ഡിസ്കസ് ചെയ്യുന്നു. എന്നിട്ട് നമ്മുടെ സ്പോട്ട് ദ റിക്വസ്റ്റ് ഹോംവർക്ക് തരുന്നു, അത് ഡിസ്കസ് ചെയ്യുന്നു. ഓക്കെ, കഴിഞ്ഞ ദിവസത്തെ ഹോംവർക്ക് ഡിസ്കസ് ചെയ്യുന്നു. ആൻഡ് സാധാരണ നിങ്ങൾക്കറിയാം, നിങ്ങളുടെ റീഡിംഗ് സ്കിൽസ് കൂട്ടണമെങ്കിൽ, നിങ്ങളുടെ കോംപ്രിഹെൻഷൻ സ്കിൽസ്, നിങ്ങളുടെ റൈറ്റിംഗ് സ്കിൽസ്, സ്പോക്കൺ ഇംഗ്ലീഷ് സ്കിൽസ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ, ഗ്രാമർ സ്ട്രക്ചേഴ്സ് ഇമ്പ്രൂവ് ചെയ്യാൻ, വൊക്കാബ് എൻട്രി ചെയ്യാനൊക്കെ നിങ്ങൾക്ക് സെഷൻ ഹെൽപ്ഫുൾ ആവും കേട്ടോ. അപ്പോൾ സെഷൻ്റെ പ്രത്യേകത മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 9 to 10 ആണ് നമ്മുടെ സെഷൻ. അപ്പോൾ വെൽക്കം വൺസ് അഗൈൻ. ലെറ്റ് സ്റ്റാർട്ട്. അപ്പോൾ നമുക്ക് 17% ഡിസ്കൗണ്ട് ഉണ്ട് നമ്മുടെ എല്ലാ പ്രോഡക്റ്റിനും. ഓക്കെ, നമ്മുടെ എല്ലാ പ്രോഡക്ട്സിനും 17% ഡിസ്കൗണ്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ കോഴ്സുകൾക്കൊക്കെ നമുക്ക് ഒരുപാട് കോഴ്സുകളും ഉണ്ട്. നമുക്ക് ടെസ്റ്റ് സീരീസ്, ഇ ബുക്കൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. എൻ്റെ കോഡ് അടിച്ചു കൊടുക്കാൻ മറക്കണ്ട. എൻ്റെ കോഡ് Y314, Y314 എന്നാണ് എൻ്റെ കോഡ്. കോഡ് അടിച്ചു കൊടുക്കാം, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ കോഴ്സുകൾ ഇതാണ്. മിഷൻ HCA 50 ഡേയ്സിൻ്റെ പ്രിപ്പറേഷൻ ബാച്ച് ഉണ്ട്. ജസ്റ്റ് തുടങ്ങിയിട്ടുള്ളൂ, 3-ാം തീയതി തുടങ്ങിയുള്ളൂ. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട്, ജോയിൻ ചെയ്യാം കേട്ടോ. 3 ക്ലാസ്സുകളാണ് ഡെയിലി പോകുന്നത്. 1.5 മണിക്കൂറിൻ്റെ 3 ക്ലാസ്സുകൾ. ഏറെക്കുറെ നിങ്ങളൊരു 5 മണിക്കൂറോളം നമ്മുടെ കൂടെ സ്പെൻഡ് ചെയ്യും. അപ്പോൾ 5+ hours ഉണ്ട് നമ്മുടെ കൂടെ സ്പെൻഡ് ചെയ്യും. അപ്പോൾ ഡിസ്ക്രിപ്റ്റീവ്, ഒബ്ജക്റ്റീവ് ഒക്കെ നമ്മൾ കൈകാര്യം ചെയ്യുന്നുണ്ട് ഈ കോഴ്സിൽ. അതുകൂടാതെ എല്ലാവരോടും, മലയാളികൾ പ്രത്യേകിച്ച്, RRCയുടെ ഒരു ഗ്രൂപ്പ് ഡിയുടെ കോഴ്സ് ഉണ്ട്. നിങ്ങൾ എനിക്കൊന്ന് അപ്ലൈ ചെയ്ത് കുറച്ച് നാളായിട്ട് പിന്നെ മാറ്റിയൊക്കെ വെച്ചിട്ടുണ്ടാവും. റെയിൽവേ കോർപ്പറേഷൻ്റെയാണ്, നല്ല ജോലിയാണ്, ഒരുപാട് പോസ്റ്റിംഗ് ഉണ്ട് ഇത്തവണ. അപ്പോൾ ജോയിൻ ചെയ്യുക. സെൻട്രൽ ഗവൺമെൻറ് ജോബാണ്, വിട്ടുകളയേണ്ട. ആരെങ്കിലും അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇനി പഠിക്കാൻ തുടങ്ങിയില്ലെങ്കിൽ സമയമുണ്ട്, നമുക്കൊന്ന് പഠിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കോഴ്സ് ഉണ്ട്, 31-ാം തീയതി ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ 1.5 മണിക്കൂർ ക്ലാസ്സുകൾ തന്നെയാണ് ഇവിടെയും വരുന്നത്. അപ്പോൾ ജോയിൻ ചെയ്യാം കേട്ടോ. അതുകൂടാതെ ഹൈക്കോടതി അസിസ്റ്റൻറ്റിൻ്റെ നമ്മൾ ഡിസ്ക്രിപ്റ്റീവിന് വേണ്ടിയിട്ട് മാത്രം ഒരു കോഴ്സ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഡിസ്ക്രിപ്റ്റീവിൻ്റെ കോഴ്സിൻ്റെ കാര്യം പറഞ്ഞുതരാം. ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു, ഇന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഡിസ്ക്രിപ്റ്റീവ് ഇംഗ്ലീഷിന് വേണ്ടി മാത്രം ഒരു കോഴ്സ്. അപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് ഇംഗ്ലീഷിൽ 3 ക്വസ്റ്റൻസ് ആണ് വരുന്നത്, 3 പാറ്റേൺ ക്വസ്റ്റൻസ്. അതിൽ മാത്രം സ്പെഷ്യലായിട്ട് അതിന് ഡീപ്പറായിട്ട് നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. 20 മണിക്കൂർ പ്ലസ് സെഷനാണ്. 10 ദിവസം കൊണ്ട് ക്ലാസ്സുകൾ കഴിയും. റീമ മിസ്സും ഞാനോട് കൂടിയാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ജനുവരി 14-ാം തീയതി നമ്മൾ ആരംഭിക്കുകയാണ്. 11:30 മുതൽ 12:30 വരെയുള്ള 1 മണിക്കൂർ സെഷൻ. പിന്നെ വൈകുന്നേരം 5 മുതൽ 6 വരെയുള്ള അടുത്ത സെഷൻ. ഇങ്ങനെ 2 സെഷനായിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഈ കോഴ്സിൽ നിങ്ങൾക്ക് നോക്കിയാൽ 1100 സംതിങ് ആണ് നിങ്ങൾക്ക് റേറ്റ് കാണാൻ പറ്റുക. ബട്ട് നമ്മുടെ കോഡ് Y314 അല്ലെങ്കിൽ റീമ മിസ്സിൻ്റെ കോഡ് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് കോഴ്സിന് 17% ഡിസ്കൗണ്ടിൽ ലഭിക്കും. നമ്മുടെ ഏത് ഫാക്കൽറ്റി കോഡ് അടിച്ചാലും കിട്ടും കേട്ടോ. നമ്മുടെ ടീച്ചേഴ്സ് ഏത് ഫാക്കൽറ്റി കോഡ് അടിച്ചാലും നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടും. അപ്പോൾ അതാകുമ്പോൾ നിങ്ങൾക്ക് അനാലിസിസ് കിട്ടില്ല. ഇൻഡിവിജ്വൽ അസസ്മെൻ്റ് ഇല്ലാതെ, കറക്ഷൻ ഒന്നും ഇല്ലാതെ നിങ്ങൾക്ക് ഡിസ്ക്രിപ്റ്റീവ് കോഴ്സ് അറ്റൻഡ് ചെയ്യാം. ഡിസ്ക്രിപ്റ്റീവ് കോഴ്സ് കിട്ടാം. ഇനി അതല്ല, ഡിസ്ക്രിപ്റ്റീവ് കോഴ്സിൻ്റെ നിങ്ങൾക്ക് കറക്ഷനും വേണമെങ്കിൽ നമ്മൾ 5 പ്രൈസിയുടെയും 5 എസ്സേയുടെയും കറക്ഷൻ വെച്ച് നിങ്ങൾക്ക് തരുന്നുണ്ട്. ഇൻഡിവിജ്വൽ കറക്ഷൻസ് തരുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നമുക്ക് എക്സ്ട്രാ 499 rupees ആവും. അപ്പോൾ അതിനുവേണ്ടി ഒരു Paytm ലിങ്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് അയച്ചു തരും കേട്ടോ. അതല്ലാതെ പ്രീമിയർ ബാച്ച് മാത്രം വേണ്ടവർക്കാണെങ്കിൽ നമ്മൾ പുതിയൊരു ഇത് ലോഞ്ച് ചെയ്യും. ഇന്ന് തന്നെ 1499 രൂപയുടെ ഒരു പാക്ക് ഇന്ന് നമ്മൾ ലോഞ്ച് ചെയ്യും. ഓക്കെ, അപ്പോൾ 2 രീതി പറയാണ്. ഇത് കറക്ഷൻ വേണ്ടാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ഇനി അതിന് വേണമെങ്കിൽ നമ്മൾ എക്സ്ട്രാ Paytmൻ്റെ ലിങ്ക് നിങ്ങൾക്ക് തരും. യു ക്യാൻ ഗെറ്റ് ഇറ്റ് ആസ് വെൽ. ഓക്കെ, അതാണ് കേട്ടോ നമ്മുടെ ഡിസ്ക്രിപ്റ്റീവ് കോഴ്സിൻ്റെ ഒരു പ്രത്യേകത പറയാം. അപ്പോൾ നമ്മുടെ 10th പ്രിലിംസിൻ്റെ കോഴ്സും വരുന്നുണ്ട് കേട്ടോ. PFAക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് കുട്ടികളുണ്ടല്ലേ. ബിവറേജ് LD, ഡിപ്പോ വാച്ചർ, കമ്പനി ബോർഡ്, LGS ഒക്കെ. അപ്പോൾ 10-ാം തീയതി നമ്മൾ ആരംഭിക്കുകയാണ് ഈ കോഴ്സും. അപ്പോൾ നിങ്ങൾക്ക് സൈറ്റിൽ പോയി നോക്കിയാലല്ലേ, നമ്മുടെ ആപ്പിൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് സ്റ്റഡി പ്ലാൻ ഒക്കെ കാണാൻ പറ്റും. എത്ര ദിവസത്തെ ക്ലാസ്സുകളാണെന്നൊക്കെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും. എപ്പോഴേക്കാണ് ക്ലാസ് നോക്കാൻ പറ്റും. അപ്പോൾ നോക്കുക, താല്പര്യമുണ്ട് ജോയിൻ ചെയ്യുക. ഓക്കെ, സോ താല്പര്യം ഉള്ളവർ ജോയിൻ ചെയ്യുക. അത് എല്ലാത്തിലും അങ്ങനെ കേട്ടോ, നമ്മൾ നിർബന്ധിക്കാതെ നിങ്ങൾക്ക് ഇഷ്ടപോലെ നിങ്ങൾ എങ്ങനെയാണോ കോഴ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട്, നമുക്ക് അസിസ്റ്റൻസ് ആവശ്യമുണ്ട്, ഗൈഡൻസ് ആവശ്യമുണ്ടെങ്കിൽ യു ക്യാൻ ഓൾവേസ് ജോയിൻ അസ്. ഓക്കെ, സോ ഇല്ല സൗമ്യ ഞാൻ തരാം കേട്ടോ. Paytm ലിങ്ക് ഇപ്പോൾ ആയിട്ടില്ല.
ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ച് പറഞ്ഞതാണ്. പേടിഎം ലിങ്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. അത് ഇന്ന് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ട് ഇന്ന് തന്നെ നിങ്ങൾക്ക് അവൈലബിൾ ആക്കാം കേട്ടോ. ഇന്ന് തന്നെ അവൈലബിൾ ആക്കി നിങ്ങൾക്ക് തന്നേക്കാം. അതുപോലെ തന്നെ ഇന്ന് തന്നെ ആ പ്രീമിയം ബാച്ച് ഇപ്പോൾ ടോട്ടലായിട്ട് എടുക്കുന്നവർക്ക് 1500 ആ ബാച്ചും നമ്മൾ സ്റ്റോറിൽ തന്നെ ഇന്ന് ഇട്ടേക്കാം കേട്ടോ. അതാണ് കാര്യങ്ങൾ. ഓക്കെ, സോ സ്റ്റാർട്ട് വിത്ത് എ കോട്ട്. ലെറ്റ് സ്റ്റാർട്ട്. ആക്ഷൻ ഈസ് ദ ഫൗണ്ടേഷണൽ കീ ടു ഓൾ സക്സസ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ ഡ്രീംസ് ഉണ്ടെങ്കിൽ മറ്റുള്ളവരോട് പറയരുത്, നമ്മൾ എന്ത് ചെയ്യാം, പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്തു തുടങ്ങണം. ജസ്റ്റ് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. വേർഡ്സ്, ഡോണ്ട് ടോക്ക് ദ ടോക്ക്, വാക്ക് ദ ടോക്ക്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, ഡോണ്ട് ടോക്ക് ദ ടോക്ക്, വാക്ക് ദ ടോക്ക്. അതായത് പറഞ്ഞ കാര്യം ചെയ്യുക, പ്രവർത്തിക്കുക. അതാണ് നമുക്ക് വേണ്ടത്. തിയറി പോരാ, പ്രാക്ടിക്കൽസിലോട്ട് വരിക. സോ ആക്ഷൻ ഈസ് എ ഫൗണ്ടേഷണൽ കീ. അപ്പോൾ ഇതുവരെ ആരെങ്കിലും തുടങ്ങിയിട്ടില്ല, പഠിക്കാനൊന്നും തുടങ്ങിയിട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ അറ്റംപ്റ്റ് ചെയ്ത് എഴുതി പഠിക്കാൻ പ്രാക്ടീസ് ചെയ്യാനൊക്കെ തുടങ്ങിയിട്ടില്ലെങ്കിൽ ട്രൈ ഇറ്റ്, ഡു ഇറ്റ്. ജോലിക്ക് അപ്ലൈ ചെയ്തിട്ടില്ല, അപ്ലൈ പിന്നെ ചെയ്യാം എന്ന് വിചാരിച്ചുകൊണ്ട് ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ അപ്ലൈ ഫോർ ഇറ്റ്. ഓക്കെ, അപ്ലൈ ഇറ്റ്. ജോലിക്ക് അപ്ലൈ ചെയ്യാം. കാര്യം എന്താ വെച്ചാൽ ആക്ഷൻ ഇല്ലെങ്കിൽ ഒന്നും നടക്കില്ല, സക്സസ്സിലെത്തില്ല. സോ ലെറ്റ് സ്റ്റാർട്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു പോസിറ്റീവ് നോട്ടിൽ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മുടെ ഇന്നത്തെ രണ്ട് ആർട്ടിക്കിളും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ആർട്ടിക്കിളാണ്. ഒരു ആർട്ടിക്കിൾ തേർഡ് വേവ് എങ്ങനെയാണ്, നമ്മൾ തേർഡ് വേവിൽ ലക്കി ആവുമോ, ഇക്കണോമിക് സർവൈവൽ നമുക്ക് ഉണ്ടാവുമോ, അതോ ഇക്കണോമിക് ഗ്രോത്ത് പോയി ഇക്കണോമിക് ഡിപ്രഷനിലോട്ട് നമ്മൾ ബാധിക്കുമോ എന്നുള്ളൊരു ആർട്ടിക്കിളുണ്ട്. ഒരു അനലിറ്റിക്കൽ പെർസ്പെക്റ്റീവിലുള്ള ഒരു ആർട്ടിക്കിളുണ്ട് തേർഡ് വേവിനെ പറ്റി. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് വേണ്ട, നമ്മൾ ഒമിക്രോണിൻ്റെ അല്ലെങ്കിൽ കോവിഡിനെ പറ്റിയുള്ള വേവിനെ പറ്റി ഒരുപാട് ആർട്ടിക്കിൾസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി വീണ്ടും വേണ്ട, ബഡ്ജറ്റ് പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ട് ഒരു 4 വീക്സിന് കൂടിയുള്ള സമയത്ത് എങ്ങനെയാണ് ഇക്കണോമിയുടെ സ്റ്റേറ്റസ്, ഇനി എന്താകും എന്നുള്ളതൊക്കെ ഒരു ആർട്ടിക്കിളാണ് ഉള്ളത്. അപ്പോൾ ഗിവ് ഇറ്റ് എ റീഡ്. ഒരുപാട് വേർഡ്സ് ഉണ്ട്, ഫ്രേസസ് ഉണ്ട്, വായിച്ചു നോക്കുക. പക്ഷേ അതിലും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ലീഗൽ ഇതുള്ള ഒരു കാര്യം വരുന്നത്. അപ്പോൾ നമ്മൾ ഹൈക്കോടതിനെ സംബന്ധിച്ച് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് അങ്ങനത്തെ ഒരെണ്ണമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മൾ ഒരുപാട് ഓൺലൈൻ ഫ്രോഡ് കേസുകൾ, അല്ലെങ്കിൽ ഓൺലൈൻ എന്താ പറയുക, ഫ്രോഡുലൻസ് ഒരുപാട്, നമുക്ക് ക്രിറ്റിസിസം ഓൺലൈനായിട്ട് ഓഫ്ലൈനായിട്ട് മോബ് ക്രിറ്റിസിസം കൂടുതലായിട്ട് വരുന്നുണ്ട്. എല്ലാവരും കൂടി ഒരാളായിട്ട് പഞ്ഞിക്കിടുക, അങ്ങനെ ഒരു അവസ്ഥ നമ്മുടെ നാട്ടിൽ ഒരുപാട് വരാറുണ്ട്. അതിപ്പോൾ കേരളത്തിലായിക്കോട്ടെ, എവിടെയാണെങ്കിലും ഫേസ്ബുക്കിലൂടെ, ഇൻസ്റ്റഗ്രാമിലൂടെ അങ്ങനെ വളരെ പ്രശസ്തമായിട്ട് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കേസിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ലെറ്റ് സ്റ്റാർട്ട് with our idioms and phrases. അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ idioms and phrases സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, യെസ്, ഹാപ്പി മോർണിംഗ് എവ്രി വൺ. ഓക്കെ, അപ്പോൾ വന്ന എല്ലാവർക്കും വീണ്ടും ഹാപ്പി മോർണിംഗ് ആൻഡ് ലെറ്റ് സ്റ്റാർട്ട് വിത്ത് idioms and phrases. അപ്പോൾ ആദ്യത്തെ വൺ വേർഡ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പൊളിറ്റിക്കൽ ആയിട്ടുള്ള സോഷ്യൽ ആയിട്ടുള്ള വൺ വേർഡ്സ് വന്ന് നമ്മൾ ആദ്യം അതിനെ ഡിസ്കസ് ചെയ്ത് വിടും. അതാണ് നമ്മുടെ സെഷൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഇന്നത്തെ വൺ വേർഡ് പിടിച്ചോ. ഒരുപാട് തവണ എക്സാമിന് ചോദിക്കാറുള്ള, റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരെണ്ണമാണ് മിസോജിനി. എന്താണ് മിസോജിനി? മിസോജിനി മീൻസ് ഹേറ്റ്രഡ് ഓർ ഡിസ്ലൈക്ക് ഓഫ് വിമൻ ആണ്. ഈ വൺ വേർഡിനൊന്നും നിങ്ങൾ എഴുതണ്ട കേട്ടോ. വൺ വേർഡൊന്നും നിങ്ങൾ സെൻറ്റൻസ് ഒന്നും എഴുതണ്ട. ഇഡിയംസ് ആൻഡ് ഫ്രേസസും സെൻറ്റൻസ് ഇപ്പോൾ എഴുതേണ്ട ഒരുപാട് നമുക്കുണ്ട്. ഇപ്പോൾ നമുക്ക് എഴുതി തീരില്ല. നമുക്ക് സിനോണിംസിലോട്ട് പോകുമ്പോൾ നിങ്ങൾ സെൻറ്റൻസ് ഫ്രെയിം ചെയ്താൽ മതി കേട്ടോ. എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യണേ. സിനോണിംസിലോട്ട് വരുമ്പോഴേക്കും നമുക്ക് സെൻറ്റൻസ് ഫ്രെയിം ചെയ്യാൻ കുറേ ഉണ്ട്. ഇന്ന് നോക്കി തീരില്ല, സെഷൻ ഇങ്ങനെ തീരാതിരിക്കും. അതുകൊണ്ടാണ് കേട്ടോ, പ്ലീസ്. ഓക്കെ, അപ്പം മിസോജിനി എന്ന് പറഞ്ഞാൽ ഹേറ്റ്രഡ് ഓർ ഡിസ്ലൈക്ക് ഓഫ് വിമൻ. നമുക്ക് സ്ത്രീകളോടുള്ള ഒരു സ്ത്രീ വിരുദ്ധത, അല്ലെങ്കിൽ സ്ത്രീകളോടുള്ള പ്രജുഡിസ്, ഒരു താല്പര്യക്കേട്, ബയസ്, അല്ലെങ്കിൽ ഒരു ഇഷ്ടക്കേട്, ഡിസ്ലൈക്ക്, അതിനെയാണ് വെറുപ്പ്, അതിനെയൊക്കെ നമുക്ക് മിസോജിനി എന്ന് പറയാം. അപ്പോൾ മിസോജിനി എന്ന് പറഞ്ഞാൽ സ്ത്രീ വിരുദ്ധത അല്ലെങ്കിൽ സ്ത്രീകളോടുള്ള എതിർപ്പാണെങ്കിൽ ആ വിരുദ്ധനെ എന്ത് നമ്മൾ വിളിക്കും, അല്ലെ വിരുദ്ധൻ എന്നെ നമ്മൾ എന്ത് വിളിക്കും, മിസോജിനിസ്റ്റ് എന്ന് വിളിക്കും കേട്ടോ. മിസോജിനിസ്റ്റ്. ആ വ്യക്തിക്ക് ഇസ്റ്റിസ്റ്റ്, സോഷ്യോളജിസ്റ്റ്, കമ്മ്യൂണിസ്റ്റ് എന്നൊക്കെ പറയില്ലേ, കമ്മ്യൂണിസ്റ്റ് അതൊക്കെ പറയില്ല നമ്മൾ. അപ്പം ഇസ്റ്റ് എന്ന് പറയുന്ന വാക്കുകൾ ഒരാളെ പേഴ്സൺ, വൺ ഹു ഷോസ് ഹേറ്റഡ് ടുവേർഡ്സ് വിമൻ എന്ന് പറയും. അങ്ങനെ ഒരാളെ നമ്മൾ മിസോജിനിസ്റ്റ് എന്ന് വിളിക്കും. ഓർത്ത് വെച്ചോണേ, ഇതും ചോദിച്ചുകൊണ്ടുള്ളതാണ് ഈ ഒരു ടൈപ്പ്. ഓർത്ത് വെച്ചു. ഇസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് വൈ വരുമ്പോഴെപ്പോഴും ആ ഒരു ഐഡിയയെ പറ്റിയാണ് പറയുന്നത്, മറ്റേ ആളെ പറ്റിയാണ് പറയുന്നത്. ദാറ്റ്സ് എ ഡിഫറൻസ്. അടുത്ത് നോക്കുക, സെനോഫോബിയ. സെനോഫോബിയ എന്ന് പറഞ്ഞാൽ എന്താണ്? നാളെ നമ്മൾ ഡിസ്കസ് ചെയ്തൊരു വാക്ക് തന്നെയാണ് സെനോഫോബിയ. സെനോഫോബിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഫോബിയ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു പേടി എന്നൊക്കെ പറയും, അല്ലെങ്കിൽ ഒരു പ്രെജുഡിസ്, ഒരു താല്പര്യക്കേടോ അല്ലെങ്കിൽ പേടിക്കൊക്കെയാണ് നമ്മൾ ഫോബിയ എന്ന വാക്ക് പറയാം. ഫോബിയ എന്ന് പറയുമ്പോൾ പേടിയാണ് കേട്ടോ, ഫിയർ ആണ്. ഫിയർ ഓഫ് സംതിങ്, ഇതിനാണ് ഫോബിയ പറയാം. പക്ഷെ സെനോഫോബിയ എന്ന് പറഞ്ഞാൽ prejudice against, താല്പര്യക്കേട് അഗൻസ്റ്റ് ആരോടാണ്? അതർ കൺട്രീസ് പീപ്പിൾ, മറ്റു രാജ്യത്തിലുള്ള ജനങ്ങളോട് നമുക്കൊരു താല്പര്യക്കേട് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരോട് നമുക്ക്
ഒരു അവരെല്ലാം അങ്ങനെയാന്നേ, അങ്ങനെ നമ്മളങ്ങ് കെട്ടിച്ചമയ്ക്കുവാണ്, ബയസ്ഡ് ആണ്. നമുക്കൊരു മുൻവിധിയോടെ കാണുകയാണ്, മറ്റുള്ളവരെ മുൻവിധിയോടെ കാണുക, പ്രജുഡിസോടെ കാണുക, ബയസ്ഡ് ആയിട്ട് കാണുക എങ്കിൽ യു ക്യാൻ സേ യു ആർ സെനോഫോബിക്. അങ്ങനെയാണെങ്കിൽ നിങ്ങളെ വിളിക്കും സെനോഫോബിക് എന്ന്. നമ്മൾ അങ്ങനെയാണോ എങ്കിൽ യു ആർ സെനോഫോബിക്. സെനോഫോബിക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതുപോലെ വ്യക്തിയാണ് കേട്ടോ, എ പേഴ്സൺ അല്ലെങ്കിൽ വൺ who shows prejudice against other countries people എങ്കിൽ you are xenophobic, അല്ലെങ്കിൽ you say xenophobia ഐഡിയ. ഓർത്ത് വെച്ചോണേ, ഇത് മാറിപ്പോരുത് അങ്ങോട്ടും ഇങ്ങോട്ടും കേട്ടോ, ഈ യൂസേജ് ഒന്നും ഓർത്തില്ല. ഓക്കെ, യാ. മനസ്സിലായില്ല സച്ചിൻ, എന്താ? എനിക്ക് മനസ്സിലായി. ആർട്ടിക്കിൾ ഹെഡിങ് എപ്പോഴോ, ആർട്ടിക്കിളിന്റെ ഹെഡിങ് കാണുന്നില്ല, എപ്പോഴും കാണുന്നതെന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിച്ചത്? നമ്മൾ ആർട്ടിക്കിൾ വായിക്കാൻ തുടങ്ങുമ്പോൾ എപ്പോഴും ഹെഡിങ് വേണമെന്നാണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ നാളെ മുതൽ അങ്ങനെ സെറ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ സച്ചിൻ ഉദ്ദേശിച്ച് അങ്ങനെയാണെങ്കിൽ ഞാൻ ആർട്ടിക്കിൾ റീഡ് ചെയ്യുന്നതിന് മുമ്പ് തുടക്കം മുതൽ എല്ലാ അതിൻ്റെ കൂടെ തന്നെ ഹെഡിങ് വെച്ചുകൊണ്ട് നമുക്ക് ചെയ്യാം അങ്ങനെയാണെങ്കിൽ. പക്ഷെ പ്രോബ്ലം എന്താ വെച്ചാൽ ഹെഡിങ് അല്ല ഇമ്പോർട്ടൻസ്. ആർട്ടിക്കിൾ ഒരിക്കലും ഹെഡിങ്, നമ്മൾ എസ് എഴുതുവാണെങ്കിൽ ഹെഡിങ്ങിന് ഇമ്പോർട്ടൻസ് ഇല്ല. അതുകൊണ്ടാണ് ഞാനത് ചെയ്യാത്തത്. നമ്മൾക്ക് ആ കണ്ടന്റ് ആണ് ഇമ്പോർട്ടൻറ്റ്, അതുകൊണ്ടാണ് കേട്ടോ. കാര്യം എഴുത്ത് രീതിയാണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ്, അതുകൊണ്ടാണ് അത് എഴുതാത്തത്. അതേപോലെ ഞാൻ എഡിറ്റോറിയലുള്ള അതേപോലെയാണ് നമ്മളത് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് വെക്കുന്നത് കേട്ടോ. ഓക്കെ, അടുത്ത് നോക്കാം. സ്റ്റാൻഡ് അപ്പ് ഫോർ സംബഡി ഓർ സംതിങ്. സ്റ്റാൻഡ് അപ്പ് ഫോർ സംബഡി ഓർ സംതിങ്. നമ്മൾ ഒരാൾക്ക് വേണ്ടി എണീറ്റ് നിൽക്കുക എന്ന് പറയില്ലേ. സ്റ്റാൻഡ് അപ്പ് ഫോർ സംബഡി, സ്റ്റാൻഡ് അപ്പ് ഫോർ ജസ്റ്റിസ്, സ്റ്റാൻഡ് അപ്പ് ഫോർ എന്തിനെ പറ്റി ആയിക്കോട്ടെ. സ്റ്റാൻഡ് അപ്പ് ഫോർ ഹിം അല്ലെ സ്റ്റാൻഡ് അപ്പ് ഫോർ ഹെർ എന്നൊക്കെ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ഡിഫെൻഡ് സംബഡി ഓർ സംതിങ് ബീങ് ക്രിട്ടിസൈസ്ഡ് ഓർ അറ്റാക്ട്. ഒരാളെ എല്ലാവരും കൂടി കൂടിയിട്ട് പഞ്ഞിക്കിടുകയാണെന്ന് വിചാരിക്കാം. ഒരാളെ എല്ലാവരും കൂടി പഞ്ഞിക്കിടുകയാണ്, ക്രിട്ടിസൈസ് ചെയ്ത് കുളവാക്കുവാണ് എങ്കിൽ അറ്റാക്ക് ചെയ്യപ്പെടുന്നു. ഒരാൾ അറ്റാക്ക് ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ ഒരാൾ ക്രിട്ടിസൈസ് ചെയ്യപ്പെടുന്നു. അവർക്ക് വേണ്ടി അവരെ ഡിഫെൻഡ് ചെയ്യാണ് നിങ്ങൾ, അവരെ പ്രൊട്ടക്ട് ചെയ്യാണ് നിങ്ങൾ, അവർക്ക് വേണ്ടി സംസാരിക്കുകയാണ് എങ്കിൽ യു സേ സ്റ്റാൻഡ് അപ്പ് ഫോർ സംബഡി. ഓർ ഇനി അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ നിൽക്കുവാണ്, നീതിക്ക് വേണ്ടിയിട്ട്, ജസ്റ്റിസ്, വി ആർ സ്റ്റാൻഡിങ് അപ്പ് ഫോർ ജസ്റ്റിസ് എങ്കിൽ യു ആർ ഡിഫെൻഡിങ് ജസ്റ്റിസ് എന്ന് പറയാം. ഓക്കെ, ക്ലിയർ ആയോ? റൈറ്റ്. യാ നിഷാന, ഐ ആം ജോയിൻഡ് അല്ല, എന്താ നിഷാന? ഐ ജോയിൻഡ്. ഓക്കെ, ഞാൻ ഇത് തരാം കേട്ടോ നിഷാന, നമ്മുടെ ഇത് തരാം, പേടിഎം ലിങ്ക് തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും, മറ്റേ കറക്ഷനും കൂടി വേണ്ടിയിട്ടുള്ളത്. നോക്കുക കേട്ടോ അത്. ഓൾ റൈറ്റ്, ഇപ്പോൾ പേടിഎം ലിങ്ക് അവൈലബിൾ അല്ല, ഞാൻ പറയാം, തരാം പേടിഎം ലിങ്ക് ഇന്ന് തരും കേട്ടോ, ഇന്ന് തരും. അടുത്ത് നോക്കിയേ, ത്രോപ്പ് വൺസ് ഹാൻഡ്സ്. സജിനി, ഞാൻ ഇഡിയംസ് ആൻഡ് ഫ്രേസസ് ഇപ്പോൾ നോക്കാത്ത വേറെ ഒന്നും കൊണ്ടല്ല, ഒരുപാടുണ്ട് ഇന്ന്. അപ്പോൾ നമുക്ക് വേർഡ്സിൽ വരുന്ന മുതൽ സെൻറ്റൻസ് ഫ്രെയിം ചെയ്യാം കേട്ടോ. ഓക്കെ, ത്രോപ്പ് വൺസ് ഹാൻഡ്സ്. ത്രോപ്പ് വൺസ്, ഒരാളുടെ ഹാൻഡ് ത്രോപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്നറിയോ? എക്സ്പ്രസ് അട്ടർ ഹോപ്പ്ലെസ്നെസ്. അതായത് ഒരാൾക്ക് പറ്റില്ല, ഇനി കാര്യങ്ങൾ കൈവിട്ടു പോയി എങ്കിൽ യു ക്യാൻ സേ, അതിനാണ് പറയുന്നത് ത്രോ അപ്പ് വൺസ് ഹാൻഡ്സ്. അല്ലെങ്കിൽ പണ്ട് ഇതിന് ഒരു അല്യൂഷൻ, അതിനൊരു പണ്ട് ഇതിൽ പറയുന്നുണ്ട്, ഗിവ് അപ്പ്, വിട്ടുകളയുക ഒരു കാര്യം, നമ്മൾ ഇനി എന്നെ കൊണ്ട് പറ്റില്ല, ഗിവ് അപ്പ്. ത്രോ അപ്പ് വൺസ് ഹാൻഡ് എന്ന് പറഞ്ഞാൽ ടു ഗിവ് അപ്പ് എന്നൊരു അർത്ഥമുണ്ട് കേട്ടോ, ഓർത്ത് വെച്ചോ, ടു ഗിവ് അപ്പ്. അല്ലെങ്കിൽ എക്സ്പ്രസ് അട്ടർ ഹോപ്പ്ലെസ്നെസ്, തീർന്നു, ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, കൈ വിട്ടുപോയി. ത്രോ അപ്പ് വൺസ് ഹാൻഡ്സ് ഓർത്ത് വെച്ചോണം കേട്ടോ. ഓക്കെ, ത്രോ അപ്പ് വൺസ് ഹാൻഡ് ഇഡിയമാണ്. ത്രോ അപ്പ് വൺസ് ഹാൻഡ്, സ്റ്റാൻഡ് അപ്പ് ഫോർ സംബഡി, അത് ഫ്രേസൽ വേർബാണ്. ആൻഡ് അടുത്ത് നോക്കാം, കോൺജർ അപ്പ്. കോൺജറിങ് മൂവി കണ്ടിട്ടുണ്ടായിരിക്കും. കോൺജർ, മാജിക്കൽ, ഇത് മന്ത്രവാദം, അതൊക്കെയാണ് കോൺജർ എന്ന് പറയാം. ബട്ട് കോൺജർ അപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് വേറെയാണ്, ഫ്രേസൽ വേർബാണ്. ദാറ്റ് മീൻസ് പ്രസന്റ് ടു മൈൻഡ്, മനസ്സിലോട്ട് കൊണ്ടുവരിക, എന്തായിരിക്കും ആലോചിച്ച് കൊണ്ടുവരിക, യു ആർ ഇമാജിനിങ് സംതിങ് എങ്കിൽ കോൺജർ അപ്പ് എന്ന് പറയാം. കോൺജർ അപ്പ് എന്ന് പറഞ്ഞാൽ പ്രസന്റ് ടു മൈൻഡ് അല്ലെങ്കിൽ ഇമാജിൻ എന്നാണ് അർത്ഥം. ഓർത്തോണേ, ഇമാജിൻ അല്ലെങ്കിൽ പ്രസന്റ് ടു മൈൻഡ്. ഓർത്തോണേ, മിസോജിനി പറഞ്ഞു, സെനോഫോബിയ ഓർത്ത് വെക്കുക, സ്റ്റാൻഡ് അപ്പ് ഫോർ സംതിങ് അല്ലെങ്കിൽ സംബഡി, നമ്മൾ ഡിഫെൻഡ് ചെയ്യാണ്, ദാറ്റ്സ് മീനിങ്. ഓക്കെ, അടുത്താണ് ത്രോ അപ്പ് വൺസ് ഹാൻഡ്സ് എന്ന് പറഞ്ഞാൽ എക്സ്പ്രസ് അട്ടർ ഹോപ്പ്ലെസ്നെസ്, കൈവിട്ടു പോയി, ടു ഗിവ് അപ്പ്, വിട്ടുകളയാ, ദാറ്റ്സ് ഇറ്റ്. അടുത്തത് കോൺജർ അപ്പ് മീൻസ് പ്രസന്റ് ടു മൈൻഡ് അല്ലെങ്കിൽ ഇമാജിൻ. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ, അടുത്തിലോട്ട് പോകാം. നെക്സ്റ്റ് വൺ നോക്കാം, റാമ്പ് അപ്പ്. ഓക്കെ, റാമ്പ് അപ്പ് നമ്മൾ ഒരുപാട് തവണ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ഫ്രേസൽ വേർബാണ്. റാമ്പ് അപ്പ് എന്നതിൻ്റെ മീനിങ് ഇതാണ്. ഓക്കെ, റാമ്പ് അപ്പ് എന്ന് പറഞ്ഞ ഇതാണ്, ഇൻക്രീസ് ദ ലെവൽ ഓർ എമൗണ്ട് ഓഫ് സംതിങ് ഷാർപ്ലി, പെട്ടെന്ന് കുത്തനെയുള്ള ഒരു കയറ്റം. ഇപ്പോൾ റാമ്പ് അപ്പ് എന്ന് പറയുമ്പോൾ റാമ്പ് അപ്പ് ദി ഇക്കോണമിയുടെ റാമ്പ് അപ്പ് ചെയ്യുക, എന്തെങ്കിലും ഒരു കാര്യം ഇത് ചെയ്യുക, പ്രൈസ് റാമ്പ് അപ്പ് ചെയ്യുക, ലെവൽ റാമ്പ് അപ്പ് ചെയ്യുക. ലെവൽ റാമ്പ് അപ്പ് ചെയ്യുന്നല്ല, റാമ്പ് അപ്പ് ചെയ്യുന്ന ലെവൽ അല്ലെങ്കിൽ എമൗണ്ട് കൂട്ടുക എന്നാണ്, പെട്ടെന്ന് കൂടുക. ലെവൽ അല്ലെങ്കിൽ എമൗണ്ട് പെട്ടെന്ന് ഷാർപ്പായിട്ടുള്ള ഇൻക്രീസ് നടക്കുകയാണെങ്കിൽ യൂസ് റാമ്പ് അപ്പ് എന്ന് പറയും. ഓക്കെ, റാമ്പ് അപ്പ് എന്നാണ് മീനിങ്, ഓർത്ത് വെച്ചോളൂ കേട്ടോ.
അടുത്ത് റാമ്പ് അപ്പ് എന്നാണ് ഫ്രേസൽ വേർബ്. മീനിങ് ഇൻക്രീസ് ദ ലെവൽ ഓർ എമൗണ്ട് ഓഫ് സംതിങ്, ഷാർപ്ലി, പെട്ടെന്ന്, കുത്തനെ കൂടെ എന്നൊക്കെ നമ്മൾ പറയുന്നത്. അന്ന് അടുത്ത് നോക്കിയേ, ഗെറ്റ് സംതിങ് ഓഫ് ദ ഗ്രൗണ്ട്. ഗെറ്റ് സംതിങ് ഓഫ് ദ ഗ്രൗണ്ട്. ഇപ്പോൾ ഓഫ് ദ ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ഓർക്കുക, നിലത്താണ്, നിലത്ത് ഉള്ളൊരു സംഭവത്തിനെ ഓഫ് ദ ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ അവിടുന്ന് എടുക്കാന്നാണ്. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് സംതിങ് ആൻഡ് മേക്ക് ഇറ്റ് സക്സസ്ഫുൾ. ഒരു കാര്യം തുടങ്ങുക, ആരംഭിക്കുക ആൻഡ് മേക്ക് ഇറ്റ് സക്സസ്ഫുൾ. അതിനെയാണ് ഈ പറയുന്ന ഗെറ്റ് സംതിങ് ഓഫ് ദ ഗ്രൗണ്ട് എന്ന് പറയും. അല്ലെങ്കിൽ മേക്ക് ഇൻ ടു ഓപ്പറേഷൻ, പുട്ട് ഇൻ ടു ഓപ്പറേഷൻ എന്നൊരർത്ഥമുണ്ട്. മേക്ക് ഇൻ ടു അല്ല, പുട്ട് ഇൻ ടു ഓപ്പറേഷൻ. ഉപയോഗിച്ച് തുടങ്ങുക അല്ലേ, ഉപയോഗിക്കാതിരിക്കുമല്ല, ഉപയോഗിച്ച് തുടങ്ങുക, അതിൻ്റെ ഒരു മീനിങ് ആണ് കേട്ടോ. ഗെറ്റ് സംതിങ് ഓഫ് ദ ഗ്രൗണ്ട് എന്ന് പുട്ട് ഇൻ ടു ഓപ്പറേഷൻ, ഉപയോഗിക്കത്, അല്ലെങ്കിൽ സ്റ്റാർട്ട് യൂസിങ് സംതിങ് ആൻഡ് മേക്കിംഗ് ഇറ്റ് സക്സസ്ഫുൾ. അതിനെയാണ് മേക്ക് ഇറ്റ് സക്സസ്ഫുൾ, അതിനാണ് ഗെറ്റ് സംതിങ് ഓഫ് ദ ഗ്രൗണ്ട് എന്ന് പറയാം. ഓക്കെ, അടുത്ത വാക്ക് കോപ്പ് വിത്ത്. കോപ്പ് വിത്ത് പറയുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോണേ, ഒരുപാട് പേര് എഴുതുമ്പോഴും അതുപോലെ തന്നെ ഫ്രേസൽ വേർബ് ചോദിക്കുമ്പോൾ അണ്ടർലൈൻ ചെയ്തിട്ട് ചോദിക്കുമ്പോൾ സെൻറ്റൻസിൽ എപ്പോഴും കറക്ഷൻ വരുന്നൊരു തെറ്റ് ആണ്, ഒരു കറക്ഷൻ വരുന്നതല്ല, എപ്പോഴും വരുന്നൊരു തെറ്റാണ് കോപ്പ് അപ്പ് വിത്ത്. കോപ്പ് അപ്പ് വിത്ത്, കോപ്പ് അപ്പ് വിത്ത് എന്ന് പറയുന്നത് തെറ്റാണ്. ഓർത്ത് വെച്ചോണ്ട് ഇതൊരു തെറ്റാണ്. പിന്നെ പറയാണ് കോപ്പ് അപ്പ് വിത്ത് ഒരു അപ്പില്ല, കോപ്പ് അപ്പ് വിത്ത് ഇല്ല, കോപ്പ് വിത്തിനേ ഉള്ളൂ. കോപ്പ് വിത്ത് ദ സിറ്റുവേഷൻ, കോപ്പ് വിത്ത് ദ എന്താണ് ഇൻക്രീസ് ഇൻ ട്രാഫിക്, കോപ്പ് വിത്ത് ഇൻഫ്ലേറ്ററി പ്രഷർ, കോപ്പ് വിത്ത് ദി ഹൈക്ക് ഫ്യൂൽ പ്രൈസ് ഹൈക്ക്, അങ്ങനെ കോപ്പ് വിത്ത്. അപ്പോൾ കോപ്പ് വിത്ത് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ അഭിമുഖീകരിക്കുക എന്നൊരർത്ഥമാണ്. ഡീൽ വിത്ത് എന്താണ് കോപ്പ് വിത്ത് പറയുന്നത്? പ്രത്യേകിച്ച് ഓർക്കുക, എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട്, പ്രതിസന്ധി ഉണ്ട്, അല്ലെങ്കിൽ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിലാണ് യു യൂസ് കോപ്പ് വിത്ത്. കോപ്പ് വിത്ത് മീൻസ് ഡീൽ വിത്ത് ഡിഫിക്കൽട്ടി ഓർ പ്രോബ്ലം. കോപ്പ് വിത്തേ ഉള്ളൂ, കോപ്പ് അപ്പ് വിത്ത് ഇല്ല, ഓർത്ത് വെച്ചോളൂ. അടുത്ത കാര്യം, ഡീൽ വിത്ത് ഡിഫിക്കൽട്ടി അല്ലെങ്കിൽ പ്രോബ്ലം, എന്നൊരു പ്രതിസന്ധി ഉണ്ടാവും, അവിടെ എന്തോ ഒരു പ്രശ്നമുണ്ട് എങ്കിലാണ് വി യൂസ് കോപ്പ് വിത്ത്. ഓക്കെ, ഓർത്ത് വെച്ചോളാം. ഓൾ റൈറ്റ്, അടുത്ത് നോക്കുക, കുറേ നാളുകൾക്ക് മുമ്പ്, എനിക്ക് തോന്നുന്നു 1 മാസമായി നമ്മളിത് ഡിസ്കസ് ചെയ്തിട്ട്, ഈ ഫ്രേസ് ഓർമ്മയുണ്ടാവുമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു നമ്മുടെ റെഗുലർ ആൾക്കാർക്ക്. ഇൻ ടാൻഡം എന്ന് പറഞ്ഞാൽ അലോങ് സൈഡ് വിത്ത് ഈച്ച് അതർ, ഒരേ രീതിയിൽ പോവാം. അലൈൻ വിത്ത് ഒരുമിച്ച് പോവാണ്. അലോങ് സൈഡ് വിത്ത് ഈച്ച് അതർ, രണ്ട് ഈച്ച് അതർ. അപ്പോൾ ഓർത്ത് വെച്ചോളാം, അലോങ് സൈഡ് വിത്ത് ഈച്ച് അതർ എന്ന് പറയുമ്പോൾ 2 പേര് ഒരേ രീതിയിൽ പോകുന്നു, അല്ലെ ഒരേ ചിന്താഗതിയോട് പോകുന്നു, ഒരുമിച്ച് പോകുന്നു എങ്കിൽ ഇൻ ടാൻഡം എന്ന് പറയാം. അലോങ് സൈഡ് ഈച്ച് അതർ, ഒരുമയോടെ യുണൈറ്റഡ് ആയിട്ട് പോകുന്നെങ്കിൽ യു ക്യാൻ സേ അലോങ് സൈഡ് ഈച്ച് അതർ ഇൻ ടാൻഡം. ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. അതുപോലെ അടുത്തൊരു എക്സ്പ്രഷൻ നോക്കിക്കേ, അറ്റ് സ്റ്റേക്ക് എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം? നിങ്ങൾക്കറിയാം, അറ്റ് സ്റ്റേക്ക് അറ്റ് റിസ്ക് എന്നൊക്കെ പറയുന്ന അർത്ഥമാണ്. അത് തന്നെയാണ് അർത്ഥം. അതായത് ലൈക്ലി ടു ബി ലോസ്റ്റ് ഓർ ഡാമേജ്ഡ്. ഒന്നെങ്കിൽ നമ്മൾ തോക്കും, അല്ലെങ്കിൽ ഡാമേജ് ചെയ്യാനുള്ള ഇതുണ്ട്. കയ്യാലപ്പുറത്തെ തേങ്ങയാണ് ഏതാണ്? അറ്റ് സ്റ്റേക്ക്. അറ്റ് സ്റ്റേക്കിൻ്റെ യൂസ് നമ്മൾ മലയാളത്തിൽ ഒറ്റയടിക്ക് പറഞ്ഞാൽ മതി, കയ്യാലപ്പുറത്തെ തേങ്ങ. ഒരു ചാൻസ് ഉണ്ട്, ഇപ്പം തന്നെ തീരാനുള്ള ചാൻസ് ഉണ്ട്. അതായത് നമ്മൾ റിസ്കിൽ നിൽക്കുക, വക്കത്താണ് നിൽക്കുന്നത്, വീഴ്ചയുടെ വക്കിൽ നിൽക്കുകയാണെങ്കിൽ യു ക്യാൻ സേ ദ ബിസിനസ് ഈസ് അറ്റ് സ്റ്റേക്ക്. തീർന്നുകൂടാ പ്രശ്നം. ഇക്കോണമി ഈസ് അറ്റ് സ്റ്റേക്ക് ഡ്യൂ ടു COVID-19 എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ സംഭവം. ഓക്കെ, ഞാൻ പിന്നെയും പറയണം, അഗ്ന ഹായ്. ഞാൻ എല്ലാവരോടും ഒന്നുകൂടി പറയാം, ഞാൻ ഇഡിയംസിൻ്റെയും ഫ്രേസൽ വേർബിൻ്റെയും സെൻറ്റൻസ് നോക്കുന്നില്ല, ബിക്കോസ് ഒരുപാടുണ്ട് ഇന്ന് കേട്ടോ. ഇന്ന് ഒരുപാടുള്ളതുകൊണ്ടാണ്. കിക്ക് ഓഫ് ദ ഗ്രൗണ്ട് സെയിം മീനിങ് ആണ് കേട്ടോ. ഓക്കെ, ഞാൻ സെൻറ്റൻസ് നോക്കാത്തത് എന്തല്ലോ, ഒരുപാട് ഇന്നുണ്ട്. സിനോണിംസ് മുതൽ നമുക്ക് സെൻറ്റൻസുകൾ നോക്കാം കേട്ടോ, ഒരുപാടുള്ളതുകൊണ്ടാണ്. ലെറ്റ്സ് നോട്ട് വേസ്റ്റ് അവർ ടൈം. ഓക്കെ, ശ്രദ്ധിക്കണേ. ഇല്ല, കോപ്പപ്പ് എന്ന വേർഡ് ഇല്ല, അതാ പറഞ്ഞേ. ഇല്ല, കോപ്പപ്പ് എന്ന വേർഡ് ഇല്ല സജിനി. അതാ ഞാൻ വീണ്ടും പറയുകയാണെ, കോപ്പ് എന്ന് പറയുന്ന വാക്കിൻ്റെ കൂടെ വിത്ത് ആണ് ഉപയോഗിക്കുന്നത്. കോപ്പ് വിത്ത്, അത് ഫ്രേസൽ വേർബായിട്ട് നമ്മൾ അങ്ങ് ഉപയോഗിക്കുന്നു. കോപ്പ് വിത്ത് ഒരിക്കലും കോപ്പപ്പ് വിത്ത് വരുമോ? കോപ്പപ്പ് ദ സിറ്റുവേഷൻ ഒന്നും പറയില്ല. കോപ്പ് വിത്ത് ദ സിറ്റുവേഷനായിട്ട് കോപ്പ് ചെയ്യാം എന്നാ പറയാം. മനസ്സിലായോ? കോപ്പപ്പ് എന്നുള്ള വാക്കില്ല, ഓർത്ത് വെച്ചോട്ടോ അത്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണെങ്കിൽ നമുക്ക് നേരെ പോകാട്ടോ സിനോണിംസിലോട്ട്. അപ്പോൾ ഞാൻ വീണ്ടും പറയാം, നമുക്ക് ഒരുപാട് വേർഡ്സും ഫ്രേസസ് ഉണ്ട്. ഇപ്പം നിങ്ങൾ കണ്ടതായിരിക്കും. റാമ്പ് അപ്പ് ഓർക്കുക, ഗെറ്റ് സംതിങ് ഓഫ് ദ ഗ്രൗണ്ട്, കോപ്പ് വിത്ത്, ഇൻ ടാൻഡം, അറ്റ് സ്റ്റേക്ക്. 10 ഇഡിയംസ് ആൻഡ് ഫ്രേസസ് 1 വേർഡ് അടക്കം ഉണ്ട്. ഇഡിയംസ് ഫ്രേസസ് 1 വേർഡ് അടക്കം 10 ഇപ്പം നമ്മൾ കഴിഞ്ഞു. ഇനി നമുക്ക് ഒരുപാടുണ്ട് കേട്ടോ ഇന്നത്തെ സിനോണിംസ് ആൻഡ് ആന്റണിംസ്. തീരാതെ കിടക്കും. നമുക്ക് ആർട്ടിക്കിളോട് പോകുന്നതിന് മുമ്പ് പെട്ടെന്ന് വായിച്ചിടാം. അപ്പോൾ ഒരുമാതിരി പരമാവധി നമുക്ക് എന്ത് ചെയ്യാം, കംപ്ലീറ്റ് ചെയ്ത് പോകാം കേട്ടോ. പരമാവധി നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് പെട്ടെന്ന് പറയാം. ഓക്കെ, സോ സിനോണിം പിടിച്ചോളൂ. ഫസ്റ്റ് വൺ, മോബ്. നിങ്ങൾക്ക് അറിയാമെങ്കിൽ മോബ് ക്രിറ്റിസിസം എന്നൊക്കെ കേട്ടില്ലേ? മോബ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, ക്രൗഡ്, ജനക്കൂട്ടം, അല്ലെങ്കിൽ എന്താ പറയുക, ഹോഡ് ഒരു അൺകൗണ്ടബിൾ പോട്ടെ, കളക്റ്റീവ് നൗൺ ആണ്. ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ കളക്റ്റീവ് നൗൺ ആണ്.
കളക്റ്റീവ് നൗണിന് ഹോഡ്, HORDE, ഹോഡ്. ഹോഡ് പറയുമ്പോൾ മറക്കാതെ ഓർക്കുക, ഞാൻ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഹോഡ് ചെയ്യുക, HOARD, ഹോഡ് ഉണ്ട്. അത് വേർബാണ്. ഹോഡ് എന്നുള്ളൊരു വേർബ് ഉണ്ട്. ആ വേർബിൻ്റെ അർത്ഥം പൂഴ്ത്തി വെക്കുക. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നമ്മളത് ഡിസ്കസ് ചെയ്തിട്ട് ഒരുപാട് തവണ ഡിസ്കസ് ചെയ്ത അമാസ് പൂഴ്ത്തി വെക്കുക എന്നൊരു അർത്ഥമുണ്ട് ഹോഡ് ചെയ്യുക എന്ന് പറയുന്നത്, അല്ലേ? ഹോഡ് ചെയ്യുക എന്ന് പറയുന്നത് വേർബായിട്ട് ഉപയോഗിക്കുന്ന ഹോഡ് ഉണ്ട്, അതിന് പൂഴ്ത്തി വെക്കുക എന്നൊരർത്ഥം. ഈ ഹോഡ് മോബ് എന്നർത്ഥം, ക്രൗഡ് എന്നർത്ഥം. ഓക്കെ, ഓർത്ത് വെച്ചോണേ. അതിൻ്റെ തന്നെ വേറെ മീനിങ് ആണ് മൾട്ടിറ്റ്യൂഡ്, ഒരുപാട്, അല്ലേ? സറൗണ്ട് വേർബ് ഉണ്ട്, വേർബ് മീനിങ് ഉണ്ട്, കൂടി വരിക, സറൗണ്ട്, കൂടിച്ചേരുക, സറൗണ്ട്. അതുപോലെ ജോസിൽ എന്ന് പറഞ്ഞാലും ആൾക്കൂട്ടത്തിനിടയിൽ നമ്മൾ എല്ലാവരും കൂടെ കൈക്ക് തട്ടി പോകാൻ പറ്റാതെ അവിടെ ഇവിടെയും തട്ടി നടക്കില്ലേ, അതിനെ ജോസിൽ എന്ന് പറയാം. യു ആർ ഫിസ്റ്റിംഗ്, യു ആർ എൽബോയിങ് സമ്മൺ, അതിനെയാണെങ്കിൽ ദാറ്റ് ഈസ് ജോസിൽ എന്നർത്ഥമാണ്. എസ് ഉള്ളൂ, ടി സൈലന്റ് ആണ്. ജോസിൽ അല്ലെങ്കിൽ സറൗണ്ട് എന്നാണ് വേർബ് മീനിങ്. നൗൺ മീനിങ് ആണെങ്കിൽ ക്രൗഡ്, ഹോഡ്, മൾട്ടിറ്റ്യൂഡ് എന്നൊക്കെയാണ്. ഓക്കെ, ഓർത്ത് വെച്ചോണേ. സ്റ്റോക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ പുറകെ നടക്കുക. സ്റ്റോക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാളെ പുറകെ നടക്കുക, അതാണ് സ്റ്റോക്ക്. ഈ സ്റ്റോക്ക് അല്ല കേട്ടോ, രണ്ട് സ്റ്റോക്ക് ഉണ്ട്. സ്റ്റോക്ക് നോക്കിയേ, സ്റ്റോക്ക് ഇതാ, ഒരു സെക്കൻഡേ, സ്റ്റോക്കിന് നോക്കാം. സ്റ്റോക്ക് രണ്ട് വേർബ് ഉണ്ട്. സ്റ്റോക്ക് ചെയ്യുക, ഇതിൻ്റെ അർത്ഥം എന്താ? ഈ സ്റ്റോക്കിൻ്റെ അർത്ഥം എന്താ? അക്യുമുലേറ്റ് ചെയ്യുക, അല്ലേ? അക്യുമുലേറ്റ് ചെയ്യുക. എന്നാൽ ഈ സ്റ്റോക്കിൻ്റെ അർത്ഥം എന്താ? സ്റ്റോക്ക് സംബഡി. നമ്മുടെ നാട്ടിൽ അറിയില്ലേ, പുറകെ നടന്ന് ചേസ് ചെയ്തിട്ട് ഒരാളെ, അതിനാണ് സ്റ്റോക്ക് ചെയ്യുക എന്ന് പറയാം. മനസ്സിലായോ? എന്താ ചേസ് ചെയ്യുക, അല്ലെങ്കിൽ എന്താ പറയുക, സ്റ്റോക്കർ എന്നൊക്കെ നമ്മൾ പറയില്ലേ, നമ്മൾ ചെയ്യാറുണ്ട്. അത് വിർച്വൽ സ്റ്റോക്കേഴ്സ് ഒക്കെയാണ് നമ്മൾ ഒരുപാട് പേര്. കാര്യം നമ്മൾ എന്താ അവർ ചെയ്യുന്നത് വെച്ചാൽ പുറകെ നടക്കും, എന്നിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ നോക്കും, അങ്ങനെയാണ്. ചേസ് ചെയ്യുക എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ഫോളോ സമ്മൺ ഓർ ചേസ് സമ്മൺ എന്നൊക്കെ അർത്ഥമുണ്ട്. ഓക്കെ, ഓർത്ത് വെച്ചോളാം. സ്റ്റോക്ക്. ഓക്കെ, ക്ലിയർ? അടുത്തോട്ട് പോട്ടോ. ഇംപ്യൂണിറ്റി, നമ്മൾ ഇന്നാൾ ഡിസ്കസ് ചെയ്തൊരു വാക്കാണ് ഇംപ്യൂണിറ്റി. ഇംപ്യൂണിറ്റി മീൻസ് എക്സംഷൻ, ഇമ്മ്യൂണിറ്റി, ഇൻഡെംനിറ്റി, ഒഴിവാക്കുകയാണ്. അല്ലെങ്കിൽ ലൈസൻസ് ടു ഡു സംതിങ്, അല്ലെങ്കിൽ നമ്മൾ ആംനെസ്റ്റി, പൊതുമാപ്പ് എന്നൊക്കെ പറയില്ലേ, അതിനാണ് ഇംപ്യൂണിറ്റി എന്ന് പറയാം. ആംനെസ്റ്റി ഉണ്ട്, നമ്മൾ ഇന്നാൾ ഡിസ്കസ് ചെയ്തായിരുന്നു. അത് ഇതേ വാക്ക് നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്തു. അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിച്ചു ആംനെസ്റ്റി എന്ന് പറഞ്ഞാൽ പൊതുമാപ്പ് നല്ല മീനിങ് എന്നൊക്കെ എന്നോട് ചോദിച്ചായിരുന്നു. ഇംപ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ അതാണ് അർത്ഥം. സൈബർ സ്റ്റോക്കിംഗ് അല്ലേ, അത് തന്നെ. എൻറേജ്ഡ് ക്രൗഡ് എന്ന് മാത്രമേ മോബിന് എന്ന് പറയുള്ളൂ, ഓർ പീസ്ഫുൾ ക്രൗഡിന് മോബ് ആണോ പറയാം? ഇല്ല, മോബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻറേജ്ഡ് ആവണമെന്ന് എപ്പോഴും ഇല്ല കേട്ടോ. മീനിങ് നമ്മൾ നോക്കുകയാണെങ്കിൽ എപ്പോഴും എൻറേജ്ഡ് ആവണമെന്ന് നിർബന്ധമില്ല. പീസ്ഫുൾ ക്രൗഡ് എന്നും പറയാൻ പറ്റില്ല, ജനക്കൂട്ടത്തിനാണ് മോബ് എന്ന് പറയാം. അപ്പോൾ മോബ് എന്ന് ചുമ്മാ നോക്കുവാണെങ്കിൽ നമുക്ക് അർത്ഥം ലിറ്ററൽ മീനിങ് എടുത്ത് നോക്കുവാണെങ്കിൽ ലാർജ് ക്രൗഡ് എന്ന് മാത്രം മതി. ഓക്കെ, പക്ഷെ ഒരു ചെറിയൊരു ഡിസോർഡർ ഉണ്ടാകും, ഉറപ്പായിട്ട് മോബിനൊരു ഡിസോർഡർ ഉണ്ടാകും. പക്ഷെ ക്രൗഡ് എന്ന് പറയുമ്പോൾ അതിന് നെഗറ്റീവ് മീനിങ് ഇല്ല. മോബിന് നെഗറ്റീവ് മീനിങ് ഉണ്ട്, പക്ഷേ ക്രൗഡിന് നെഗറ്റീവ് മീനിങ് ഇല്ല. ബാക്കി ഒന്നിനും ഈ വരുന്ന ഹോഡിനൊന്നും നെഗറ്റീവ് മീനിങ് ഇല്ല, മോബിന് മാത്രമേ നെഗറ്റീവ് മീനിങ് ഉള്ളൂ. വയലൻ്റ് ആയിട്ടുള്ളവരാണെങ്കിൽ യു ക്യാൻ സേ ഇത്, അപ്പോൾ ഓർത്ത് വെച്ചാൽ മതി. പക്ഷെ അത് മീനിങ് വരുന്ന സാധനം ഉണ്ടല്ലോ, സിനോണിംസ് ഉണ്ടല്ലോ, സിനോണിംസ് നെഗറ്റീവ് അല്ല, മോബിന് നെഗറ്റീവ് മീനിങ് ആണ്. അത് കറക്റ്റാണ്. മോബ് ഡിസോർഡർ അല്ലെങ്കിൽ ഇൻറ്റൻസ് ഉള്ള, വയലൻ്റ് ആയിട്ടുള്ള എന്നൊക്കെ തന്നെയാണ് പറയാം, ശരിയാണ്. പക്ഷേ ക്രൗഡിന് നെഗറ്റീവ് മീനിങ് അല്ല, ഹോഡിന് നെഗറ്റീവ് മീനിങ് അല്ല. ഓക്കെ, അടുത്ത വാക്കാണ് പർവേയർ. പർവേയർ എന്ന വാക്കിൻ്റെ അർത്ഥം ഇതാണ്, സെല്ലർ, വിൽക്കുന്ന ആൾ, പർവേയർ. ഓക്കെ, പർവേയർ പുതിയ വാക്കാണ്, നമ്മൾ ഇതുവരെ എഡിറ്റോറിയൽ ഡിസ്കസ് ചെയ്യാത്തൊരു വാക്കാണ് പർവേയർ. പർവേയർ മീൻസ് സെല്ലർ, സെല് ചെയ്യുന്ന ആളെ നമ്മൾ വെൻഡർ എന്ന് വിളിക്കില്ലേ, വെൻഡർ. ട്രേഡർ, ട്രേഡ് ചെയ്യുന്ന ആൾ. റീറ്റെയിലർ പറയില്ലേ, സപ്ലയർ പറയില്ലേ, സോ അല്ലെങ്കിൽ പ്രൊവൈഡർ എന്നൊക്കെ പറയാം. അപ്പം മീനിങ് എങ്ങനെയാണോ മാറുന്നതെന്ന് അറിയാം, സിനിമ എങ്ങനെയാണ് മാറുന്നത് വെച്ചാൽ എന്താണ് യൂസേജ് അതനുസരിച്ചാണ് മാറുന്നത്, നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ പർവേയർ എന്ന് പറഞ്ഞാൽ സെല്ലർ എന്ന് പറയാം, വെൻഡർ എന്ന് പറയാം, ട്രേഡർ എന്ന് പറയാം, റീറ്റെയിലർ എന്ന് പറയാം, സപ്ലയർ ഓർ പ്രൊവൈഡർ, ഇത്രയും മീനിങ് നമ്മൾ പറയും കേട്ടോ ഈ പറഞ്ഞ പർവേയർ എന്ന വാക്കിന്. ഓക്കെ, ഓർത്ത് വെച്ചോളണേ. അടുത്ത വാക്കിലോട്ട് പോകാം. നെക്സ്റ്റ് വേർഡ്. ഓക്കെ, നിങ്ങളുടെ സെന്റൻസ് വരുന്നുണ്ടല്ലേ. The mob criticized the nurseman to be a culprit again, but they apologized it later. Okay. Apologized it അല്ല, അഗ്ന തെറ്റ. Apologized for it. അപ്പോളജി എന്ന് ക്ഷമ പറഞ്ഞു എന്ന് പറഞ്ഞാൽ മതി, അതിന് ഒബ്ജക്റ്റ് വേണ്ട. Apologized for it എന്നാണ് പറയുക കേട്ടോ. ഓക്കെ, found it difficult to control the mob during the pandemic situation. Government proclaimed that don't mob. അപ്പോൾ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. ഡ്യൂറിങ് ദിസ് പാൻഡമിക്, the pandemic, government proclaimed that
We should not mob in the public. ഒന്നെങ്കിൽ അങ്ങനെ വരണം, അല്ലെങ്കിൽ ഇങ്ങനെ കൊടുക്കുക. During the pandemic situation, government proclaimed not to mob in public place. കേട്ടോ, അങ്ങനെ കൊടുക്കണം കേട്ടോ നിഷാന. 3 doses of vaccines helps to develop immunity from the outspread of COVID Omicron virus. Okay, yeah. Police released tear gas to the violent mob on the secretariat premises. Okay, great. അത് തന്നെ helps, അത് തന്നെയായിരുന്നു പ്രശ്നം, മാറ്റി ആക്കണം. ഗ്രേറ്റ്. US is xenophobic to certain Middle East countries like Iran, Iraq, etc. and has laid down stringent stipulations for the citizens while they apply for a visa to enter the US. Okay. When Mahapack was released, there were Mahapack. Okay, there was a mob of people at there was a mob at the theatre. Mob of people എന്ന് വീണ്ടും പറയണ്ട കേട്ടോ നീതു. Okay. Yeah, construct ചെയ്തോ, sentence അയച്ചോ, synonyms അല്ലേ, അയച്ചോ. There's a huge mob at Kovalam Beach during New Year night. Yeah. The culprit pleaded for impunity at the court, but the judge rejected it at once. Okay. A mob of thieves attacked the purveyor yesterday. Great. It was when the purveyor used false measurements, the customer reacted to it outrageously. It was when the purveyor used false measurements. Oh, great. Police found it hard to control the mob. Great. അടുത്ത നോക്കുക, ബൗണ്ട്ലെസ്. ബൗണ്ട് എന്ന് പറഞ്ഞാൽ ബൗണ്ട് അഡ്ജക്റ്റീവ് ആണ്. അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ പരിധി അല്ലെ, ഒരു ലിമിറ്റ് എന്ന അർത്ഥം. എന്നാൽ ബൗണ്ട്ലെസ് എന്ന് പറയാം, ബൗണ്ടറി എന്നൊക്കെ പറയുന്ന സംഭവം. ബൗണ്ട്ലെസ് എന്ന് പറഞ്ഞാൽ ലിമിറ്റ്ലെസ് ആണ്, ഒരു പരിധി ഇല്ല. അൺലിമിറ്റഡ്, അൺടോൾഡ് എന്ന് പറഞ്ഞാലും ഇംമെഷറബിൾ എന്ന് അർത്ഥം കേട്ടോ, പറയാത്തത് എന്നല്ല. അൺടോൾഡ് എന്ന് പറഞ്ഞാൽ യു ഡോണ്ട് നോ വാട്ട് ഇറ്റ് ഇസ്, അൺടോൾഡ് ആണ്. ദാറ്റ് മീൻസ് ഇംമെഷറബിൾ, മെഷർ ചെയ്യാൻ പറ്റില്ല, എത്രത്താന്ന് വെച്ചാൽ അളക്കാൻ പറ്റില്ലെങ്കിൽ ദാറ്റ് ഇസ് അൺടോൾഡ്. അതുകൊണ്ട് നമ്മൾ അൺടോൾഡ് എന്നൊക്കെ പറയുന്ന യൂസേജ് പറയാത്തതെന്നല്ല അർത്ഥം, മെഷർ ചെയ്യാൻ പറ്റാത്തതാണ് ബൗണ്ട്ലെസ്. ഇംമെഷറബിൾ എന്നൊക്കെയാണ് ബൗണ്ട്ലെസ്സിൻ്റെ അർത്ഥം. അടുത്ത വാക്ക് നോക്കിയേ, റെവൽറി. നോക്കണേ, റെവൽറി റൈവൽറി വേറെയാണ്. റെവൽറി മീൻസ് സെലിബ്രേഷൻ, നമ്മുടെ എന്താ പറയുക, ആഘോഷം, പാർട്ടിയിങ് അല്ലെങ്കിൽ ജോളിഫിക്കേഷൻ ഓർ മെറി മേക്കിംഗ്. അർത്ഥം നോക്കണേ, എക്സ്റ്റെൻസീവ് ആയിട്ട് നമ്മൾ പാർട്ടിയിങ് നടത്തുക, സെലിബ്രേഷൻ ഒക്കെ നടത്തുകയാണെങ്കിൽ യു ക്യാൻ സേ ദാറ്റ് ഈസ് റെവൽറി അല്ലെങ്കിൽ റെവൽ എന്ന് അതിന് പറയും. രണ്ട് വാക്കുണ്ട്, ഇതും കറക്റ്റാണ്. റെവൽ എന്ന് പറഞ്ഞാലും പാർട്ടിയിങ് എന്ന് തന്നെ നൗൺ തന്നെയാണ്. അതുപോലെ തന്നെ റെവൽറി എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. റൈവൽറി അങ്ങനെയല്ല, റൈവൽറി എൻമിറ്റി അല്ലേ. റൈവൽറി എന്ന് പറഞ്ഞാൽ ശത്രുത എന്നൊരർത്ഥമുണ്ട്, എൻമിറ്റി. എന്നാൽ റെവൽറി മീൻസ് സെലിബ്രേഷൻ, എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള സെലിബ്രേഷന് നമ്മൾ പറയുന്നത്, എക്സസീവ് ആയിട്ടുള്ള സെലിബ്രേഷൻ പറയുന്ന പേരാണ് കേട്ടോ, ഓർത്ത് വെച്ചോണേ. യൂഷ്വലി ഗോ ടു ഷോപ്പ് ബിക്കോസ് ദ പർവേയർ ഇസ് ഗുഡ് അറ്റ് സെല്ലിംഗ്. ഓക്കെ, ആ ബിക്കോസ് ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് എഴുതരുത്, അതിൻ്റെ കൂടെ സെൻറ്റൻസ് ആയിട്ട് എഴുതാം കേട്ടോ. ഇത് വാസ് സിംഗിൾ സെൻറ്റൻസ് ആയിട്ടാണ്. There was a mob around the purveyor. Okay, suddenly a man came from mob and danced. Okay, wholesale market need alla, needs are nishana. Wholesale market singular alle. Appo needs a good purveyor to increase their sales. Okay, suddenly a mob is created on the road after the accident. Okay, mob is India has boundless resources. Okay, to avoid a mob, government imposed restriction for the New Year revelry. Get a very good digression. Employees arrange revelry for the promotion of their superior officer. Okay. Agna tirithittundu. Great. Despite the prevailing COVID-19 threat, there was a mob at Piravam Church Festival. Okay. Police squad sabotaged the plan of some purveyors who planned to sell drugs near the premises of school in the town. Okay. Purveyor of shop near to our office is so rude, but we frequently go there as the shop has so many collection of clothes. Okay. She was in boundless joy when she met her childhood friend. An excellent purveyor exhibition sale is seen during Onam Fest. Okay. The subject experts community delegated the drugs controller of India has granted. The experts community delegated by has granted impunity to the biotech to conduct phase 3 superiority study and phase 3 booster dose trial. Okay. People aged above 60 years of age എന്ന് പറയില്ല, ഒന്നെങ്കിൽ ഇങ്ങനെ പറയാം ബിൻസി, people aged above 60 or people above 60 years of age അങ്ങനെ കൊടുക്കാം. above 60 years of age അത് രണ്ടും കൂടെ ഒരുമിച്ച് വരും, ഏജ്ഡും പിന്നെയും ഓഫ് ഏജ് എന്നും കൂടെ വരുമ്പോഴേക്കും അത് സൂപ്പർ ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ആയി മാറും. are advised
to take booster dose vaccine to ramp up their immunity. Great. The purveyor gave every consumer free sugar packets as part of revelry at his home. Okay. Yeah. Okay, great. The purveyors usually give discount on boundless shopping during festivals. Okay. Festival seasons always attracts mob. Okay. Seasons attracts alla. Seasons plural alle. Appo attract. ശ്രദ്ധിക്കണേ സുവർണ സബ്ജക്റ്റ് അനുസരിച്ച് വെർബ് പോകണം. ഓക്കെ. ഗവൺമെന്റ് സ്ട്രിക്റ്റ് ഇൻ റെവൽറി ഡ്യൂ ടു ഗവൺമെന്റ് ഈസ് സ്ട്രിക്റ്റ് ഇൻ റെവൽറി ഡ്യൂ ടു ഒമിക്രോൺ. കേട്ടോ, അവിടെ മെയിൻ വേർബ് എവിടെ കൃഷ്ണ? Boundless mob appeared in the carnival. She was at the boundless bliss. My brother is a new purveyor in town. Okay. According to High Court, the purveyors have license only selling. License only for selling. കേട്ടോ, ആ ലൈസൻസിന്റെ സ്പെല്ലിംഗ് ശ്രദ്ധിക്കണേ. ലൈസൻസ് നോക്കി ഞാൻ ഇവിടെ എഴുതിയേക്കുന്ന ലൈസൻസിന്റെ സ്പെല്ലിംഗ് ഉണ്ടോ? ലൈസൻസ് നൗൺ ആയിട്ടാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ CA വരാവുള്ളൂ. വെർബായിട്ട് വരുവാണെങ്കിൽ S വരത്തുള്ളൂ കേട്ടോ. വെർബായിട്ട് വരുമ്പോഴേ S വരുള്ളൂ. ശ്രദ്ധിക്കണേ പ്ലീസ് പ്ലീസ് പ്ലീസ്. ഓക്കെ. ആ ലൈസൻസ്. ഇനി അടുത്ത കാര്യം, ലൈസൻസ് കഴിഞ്ഞിട്ടേ 4 വേണം, ഇല്ലെങ്കിൽ എൻ്റെ മീനിങ് പോയി. ലൈസൻസ് ഫോർ സെല്ലിംഗ് വേണം കേട്ടോ. ആരായിരുന്നു? നമ്മുടെ സൗമ്യ. യെസ്, അറ്റ് റോഡ് സൈഡ് ഓഫ് ദ സ്ട്രീറ്റ്. ഓക്കെ. I have to deck out this room for her birthday revelry. Okay. In my office, we conducted revelry on Christmas Day. Okay. ഈ വാക്കൊക്കെ ഓർത്ത് വെച്ച് നിങ്ങൾക്ക് എക്സാമിന് എഴുതാം. അതുകൊണ്ടാണ് ഇത് പറയുന്നത്. In my office, we conducted പറഞ്ഞു. For impunity, they bulwark the land boundary. Great. Okay. Okay. അടുത്തത്, there are boundless bulwarks. ബൾവാക്ക് ഇതല്ലേ, അപ്പോൾ ബൾവാക്സ് വേണം. സിംഗുലർ വേണം കേട്ടോ കാർത്തിക, അത് ശ്രദ്ധിക്കണേ. ഒരുപാട് തവണ ഞാൻ പറയാറുണ്ട്, സബ്ജക്റ്റ് അനുസരിച്ച് വേർബ് പോകണം. ദർ ആർ ബൗണ്ട്ലെസ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ IT ഫീൽഡ്. ഓക്കെ. മൈ കിഡ്സ് നിഷാന, എൻ്റെ കിഡിൻ്റെ, എൻ്റെ മോൻ്റെയോ മോളുടെയോ മൈ കിഡ്സ് KG ഗ്രാജുവേഷൻ റെവൽറി. കിഡിൻ്റെ അപ്പസ്ട്രോഫി എസ് കൊടുക്കുക. വാസ് എ മെമ്മറബിൾ മൊമെന്റ് ഇൻ ഹിസ് ലൈഫ്. Government gives impunity to purveyors selling essentials. True passion seems boundless. Great. The boundless story of Taj Mahal is still under dark, for history only portrays the good side of its event and omitted the hidden reality. Great. Literature student in the sentences കാണാറുണ്ട്. Last New Year Eve was a revelry for me. Okay. She got angry. കേട്ടോ കാർത്തിക, എന്ത് പറ്റി? ഗോട്ട് പോസിറ്റീവ് വേർബായിട്ട് ഗോട്ട് വരുമ്പോൾ അതിൻ്റെ കൂടെ എപ്പോഴും എന്താ കൊടുക്കണ്ടേ? അഡ്ജക്റ്റീവ് കൊടുക്കുക. ഹി ഗോട്ട് ആംഗ്രി, അവൻ ആംഗ്രി ആയി. വെൻ ദ പർവേയർ ചീറ്റഡ് ഹെർ. ഓക്കെ. Yeah, Binsi, great. The crime was happened in the middle of revelry. We need to collect more evidence. All right, okay. There have many purveyors during a flower show. There have alla. Have avada varilla. There were. ഫ്ലവർ ഷോയിലല്ലേ, അപ്പം ദർ വേർ അവിടെ, അല്ലെങ്കിൽ ദർ ആർ എന്ന് കൊടുത്തു. ആർ അല്ലെങ്കിൽ വേർ കൊടുക്കുക. പാസ്റ്റ് എങ്കിൽ പാസ്റ്റ്, അല്ലെങ്കിൽ പ്ലൂറൽ തന്നെയാണ്, ബട്ട് പാസ്റ്റ് അല്ലെങ്കിൽ പ്രസന്റ് വേർ അല്ലെങ്കിൽ ആർ കൊടുക്കണം കേട്ടോ. ആശ, മോബ് ഓഫ് ഡ്രങ്കൻ പീപ്പിൾ അറ്റാക്ക് ദ പർവെയർ ഡ്യൂറിങ് ദി ന്യൂ ഇയർ റെവൽറി. മൈ ലൈക്സ് ടുവേർഡ്സ് ഐസ്ക്രീം ഇസ് ബൗണ്ട്ലെസ്. ഓക്കെ. ഓക്കെ. ഇഷ്ടങ്ങൾ എന്ന് പറയില്ല, മൈ ലൈക്ക്. അവിടെ ലൈക്ക് വേർബ് അല്ലല്ലോ, നൗൺ അല്ലേ. അപ്പം കാർത്തിക മൈ ലൈക്ക് കൊടുക്കാം. ഹാവിങ് എന്ന് പറയാമോന്നോ? എവിടെ ഹാവിങ്? പോസസീവ് വേർബിൽ ING ഇല്ല. മറ്റേ ഹാവിങ് ഈറ്റിംഗ് എന്നുള്ള അർത്ഥമുണ്ട്, അതിന് കുഴപ്പമില്ല. പിന്നെ ഹാവിങ് ഉള്ളത് ജെറണ്ട് ആയിട്ട്, അത് വേറെ യൂസ് ചെയ്ത്, അത് ഇവിടെ പറഞ്ഞാൽ തീരില്ല. ദർ ഇസ് ലോട്ട് ടു ലേൺ കേട്ടോ. ദ ന്യൂ ഇയർ റെവൽറി ഓഫ് എംപ്ലോയീസ് ഓഫ് കിറ്റിക്സ് അറ്റാക്ക് ദി വെഹിക്കിൾ ഓഫ് പോലീസ്. ഹി ലോസ്റ്റ് ഹിസ് ബാലറ്റ് ഇൻ ബിറ്റ്വീൻ ദി റെവൽറി. ഓക്കെ. During the marriage revelry of my cousin, some people came forward from the mob and enjoyed dancing. Okay. We were so excited to took part വരില്ല. എന്തുകൊണ്ടാ? 2 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും എന്താ വരേണ്ടത്? 2 + V1 to take part. അവിടെ ഓൾറെഡി അജാസ് വേറെ കൊടുത്തിട്ടുണ്ടോ, അപ്പോൾ പാസ്റ്റ് ടെൻസ് ആയി. ഇത് നോൺ ഫൈനൈറ്റ് വേർബ്, 2 ഇൻഫിനിറ്റീവ്സ് നോൺ ഫൈനൈറ്റ് വേർബ് ആയതുകൊണ്ട് അത് ടെൻസ് അനുസരിച്ച് മാറേണ്ട കാര്യമില്ല കേട്ടോ. 2 + V1 തന്നെ വേണം. അപ്പോൾ എങ്ങനെ വരണം? We were so excited to take part in the New Year revelry hosted by Uday Samudra. Okay. Famous musicians, musical revelry, musician day എന്നല്ലേ. അപ്പം എന്ത് കൊടുക്കണം? അപ്പസ്ട്രോഫി കൊടുത്തേ. സിതാര, the famous musicians, musical revelry made boundless mob. Easing curbs on revelry owing to Christmas and New Year. അവിടെ ഇത് സെന്റൻസ് കംപ്ലീറ്റ് ആയിട്ടില്ലല്ലോ. ഈസിങ് എന്ത്? curbs on revelry എന്ത്? owing to Christmas celebration. ബാക്കി അത് കംപ്ലീറ്റ് ഇല്ല. Suddenly a mob appeared from thin air. Okay. The school students
College students, school students, okay. Planned for an annual day revelry, but it was put off due to pandemic. Okay. The impunity given for the wedding ceremony had withdrawn by the government after taking into account the boundless surge of Omicron cases. Great. My kid was counting the number of balloon purveyors yesterday. All right. Nowadays, police prohibits. Nowadays, police prohibits. Police and the plural noun. The police എപ്പോഴും plural ആണ്, എപ്പോഴും plural verb. Nowadays, police prohibit street purveyors due to spreading of Omicron. Okay. അടുത്തത്, there was no New Year revelry this time due to COVID restrictions by the government. License noun. കൃഷ്ണ, ലൈസൻസിൽ സി വരുവാണെങ്കിൽ നൗണ്, എസ് വരുവാണെങ്കിൽ വേർബ്. അതാണ് വ്യത്യാസം, അത്രേ ഉള്ളൂ. For it is good to be children sometimes, never better than at Christmas, when its almighty founder was a chief itself, says Dickens in one of his novels portraying children's revelry nature. Okay, yeah. The stringent laws implemented by the government curtailed the boundless selling of drugs by the purveyors involved in it. Yeah. Okay, Sitara, noted. Great. District officer gets impunity from appearing in impunity from allalo, impunity for appearing in registration purpose. Impunity for. Impunity ആണെങ്കിൽ for വേണം, exemption ആണെങ്കിൽ from വേണം. Impunity for, indemnity for, exemption from, a license for. കേട്ടോ? ഓക്കെ ആണോ? PM Swanidhi scheme is specially provided to street purveyors. Okay. Boundless revelry is impossible in pandemic period situation. Purveyors should concern about the mob during revelry. Okay. His happiness was boundless. No behaved as if they have behaved as if they have immunity. Behaved as if they had immunity to COVID and went to the purveyors to purchase things for boundless New Year revelry. Today is a holiday in the view of local revelry. Okay. All revelries are boundless occasions for enjoying. Okay. For enjoying. Okay. For enjoyment. എന്നാലും കറക്റ്റാണ്. Enjoying കറക്റ്റാണ്. They are revelries. Sorry. For enjoying തെറ്റാണ്. ഞാൻ വീണ്ടും അതാ ഓർത്ത്, എന്തോ തെറ്റി. വൈഷ്ണവി ശ്രദ്ധിക്കണേ. All revelries are boundless occasions. ഒക്കേഷൻ്റെ സ്പെല്ലിങ് OCCA. SS ഇല്ല, ഒരു എസ് ഉള്ളൂ. ഒക്കേഷന് ഡബിൾ എസ് ഇല്ല, ഒരു എസ്. ഒക്കേഷന് 2 C, ഒരു എസ്. പിന്നെ ഫോർ എൻജോയിങ് എന്ത്? എൻജോയിങ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒബ്ജക്റ്റ് കൊടുക്കണം, ബിക്കോസ് എൻജോയ് എന്ന വേർബ് ഇസ് എ ട്രാൻസിറ്റീവ് വേർബ്. അല്ലെങ്കിൽ കൊടുക്കുക എൻജോയ്മെന്റ് എന്ന് കൊടുത്തു, അപ്പം നൗൺ വന്നു, അപ്പോൾ പ്രശ്നമില്ലല്ലോ. വൈഷ്ണവി ഇങ്ങനെ കൊടുത്താൽ മതി. ഓൾ റെവൽറീസ് ആർ ബൗണ്ട്ലെസ് ഒക്കേഷൻസ് ഫോർ എൻജോയ്മെന്റ്, അല്ലെങ്കിൽ എൻജോയിങ് ഫെസ്റ്റിവിറ്റീസ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ കൊടുക്കുക. ഓക്കെ. എൻജോയിങ് അവർ സെൽസ് എന്ന് കൊടുത്തു. എൻജോയിങ് അവർ സെൽസ്, അതും കറക്റ്റാണ്. There are revelries of Bollywood at Grand Mall in Navi Mumbai. Okay. The revelry began soon after the chief guest's arrival. Okay. Being revelry in nature, she enjoyed immensely and his character helped to resicate her. Okay. Good morning, Massman. Good morning. Welcome back. Moving to next one. Pervasive. Pervasive എന്ന് പറഞ്ഞാൽ prevalent, എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളത്, അല്ലേ? എല്ലായിടത്തും ഇങ്ങനെ ഡീപ്പായിട്ടുള്ളത്, എക്സ്റ്റെൻസീവ് ആയിട്ട്, വൈഡ് സ്പ്രെഡ് ആയിട്ടുള്ളത് എങ്കിൽ പെർവസിവ് എന്ന് പറയാം. പെനിട്രേറ്റിംഗ്, എക്സ്റ്റെൻസീവ്, പ്രവലന്റ്, അല്ലെങ്കിൽ നമുക്ക് പറയാം വൈഡ് സ്പ്രെഡ് എന്നൊക്കെ അർത്ഥമുണ്ട് പെർവസിവ് എന്ന വാക്കിൻ്റെ അർത്ഥം. അടുത്ത വാക്ക് അപ്പത്തി. അപ്പത്തി മീൻസ് ഇൻഡിഫറൻസ്, ഒരു കൺസേണും ഇല്ലാത്തൊരവസ്ഥയാണ്, ഒരു താല്പര്യവും ഇല്ലാതെ ഇനാക്റ്റീവ് ആയിട്ടിരിക്കുക, പാസീവ് ആയിട്ടിരിക്കുകയാണെങ്കിൽ യു ക്യാൻ സേ അപ്പത്തി. ഓക്കെ. പതി എന്ന് പറയുന്ന ഫീലിങ്സ് എന്നാണ്, ഗ്രീക്ക് വാക്കിൽ നിന്നാണ്. ഞാനൊരു തവണ റൂട്ട് വേർഡ് പറഞ്ഞിട്ടുണ്ട്. പതി എന്ന വാക്കിൻ്റെ അർത്ഥം ഫീലിങ്സ് എന്നാണ്. ഗ്രീക്ക് വാക്കിൽ നിന്ന് വന്നതാണ്. പതി മീൻസ് ഫീലിങ്സ്, ഗ്രീക്ക് വാക്കിൽ നിന്ന് വന്നതാണ്. അതിൽ ഒരുപാട് വാക്കുണ്ട്. എംപതി, അപ്പതി, അതുപോലെ തന്നെ സിംപതി, അങ്ങനെ. ഓക്കെ, അങ്ങനെ. അപ്പോൾ പിന്നെ മറ്റേ ഹോമിയോപ്പതി, അലോപ്പതി ഒക്കെ ഉണ്ട്. ആ പതിയും ഫീലിങ്സ് തന്നെയാണ്, വേദന എന്നുള്ള അർത്ഥത്തിലാണ് വരുന്നത് കേട്ടോ. അത് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അപ്പോൾ സമയമുണ്ടെങ്കിൽ കാണാം കേട്ടോ. നമ്മുടെ ഹൈക്കോർട്ട് അസിസ്റ്റൻ്റ് തന്നെ എന്താണ് റൂട്ട് വേർഡ്സിൻ്റെ ഒരു ക്വസ്റ്റനിൽ വേർഡ്സ് ഫോർ സീരീസിൽ ഞാൻ ഇട്ടതാണ്. അടുത്ത പ്രോബ്, നൗൺ ആയിട്ട് വേർബായിട്ട് ഉപയോഗിക്കും. ഇൻവെസ്റ്റിഗേഷൻ പ്രോബ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇൻക്വയറി, എക്സാമിനേഷൻ, സ്ക്രൂട്ടിനി എന്നൊക്കെയാണ് അർത്ഥം. ഓക്കെ. അപ്പോൾ വേർബായിട്ട് വരുമ്പോൾ എന്ത് വരും? ഇൻവെസ്റ്റിഗേറ്റ്, എക്സാമിൻ, അല്ലേ? സ്ക്രൂട്ടനൈസ്, എക്സാമിൻ, സ്ക്രൂട്ടനൈസ് എന്നൊക്കെയാണ് വരിക. സ്ക്രൂട്ടനൈസ്, എക്സാമിൻ, ഇൻവെസ്റ്റിഗേറ്റ്, സർവേ എന്നൊക്കെ അങ്ങനെ പോകും വേർബ് ആവുമ്പോൾ. ഓക്കെ. ബാഫിൽ, അടുത്ത വാക്ക്. ബാഫിൽ മീൻസ് പെർപ്ലെക്സ്, കൺഫ്യൂസ് ആവുക. പെർപ്ലെക്സ്,
puzzle, bewilder, confuse, baffle. അപ്പം ബാഫ്ലിംഗ് എന്ന് പറഞ്ഞാൽ അഡ്ജക്റ്റീവായി, അഡ്ജക്റ്റീവായിട്ടും വേർബായിട്ടും ഉപയോഗിക്കാം കേട്ടോ. ING വന്നാൽ ബാഫ്ലിംഗ്, പെർപ്ലക്സിങ്, പസ്ലിംഗ്, ബിവിൽഡറിങ്, കൺഫ്യൂസിങ് എന്നൊക്കെ വരും. സോറി, ബിവിൽഡറിങ് അല്ല, ബിവിൽഡർമെന്റ് ഉണ്ട്, നൗൺ ഉണ്ട്, ബിവിൽഡർമെന്റ് നൗണും ഉണ്ട്, ബിവിൽഡറിങ് ഉണ്ട്, അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കാം ING ഫോമിൽ. യെസ്, ഓക്കെ. അപ്പോൾ അടുത്തോട്ട് പോട്ടെ. All the New Year revelry planned was cancelled due to the ramping of Omicron cases. Yes, ആണ്. ഓക്കെ, അടുത്ത എന്താണ് നോക്കട്ടെ. ഇത്രയും പേര് ലൈവിലുണ്ട് കേട്ടോ. അപ്പോൾ മറക്കണ്ട, നിങ്ങളൊന്ന് നമ്മുടെ ലൈക്ക് ചെയ്ത് വിട്ടോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് അങ്ങ് ചെയ്തു. ആൻഡ് ഷോ മീ സം സപ്പോർട്ട് ആൻഡ് ലവ് പീപ്പിൾ. ഓക്കെ, അപ്പോൾ അടുത്ത് പോകാം. ദർ വർ മെനി ബൗണ്ട്ലെസ് പീപ്പിൾ. മെനി ബൗണ്ട്ലെസ് വേണ്ട, തെറ്റി, അവിടെ തെറ്റി. ആശ, മെനി ബൗണ്ട്ലെസ് വേണ്ട. ബൗണ്ട്ലെസ് എന്ന് പറഞ്ഞാൽ അൺലിമിറ്റഡ് എന്നാ. പിന്നെ അവിടെ മെനിയുടെ ആവശ്യമുണ്ടോ? ആവശ്യമില്ല, വേണ്ട കേട്ടോ. അപ്പോൾ ഓർക്കുക, ആശ, ദർ വർ മെനി ബൗണ്ട്ലെസ് വേണ്ട. ദർ വർ ബൗണ്ട്ലെസ് പീപ്പിൾ അറ്റ് മറീന ബീച്ച് മതി. ഓക്കെ, ദ സ്ട്രിഞ്ചന്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് റിസ്ട്രിക്ട്സ്. പ്രശ്നം വന്നല്ലോ കൃഷ്ണ. സ്ട്രിഞ്ചന്റ് റൂൾസ് എന്ന് പറയുന്ന നിയമങ്ങൾ പ്ലൂറലാണ്. അപ്പോൾ പിന്നെ അതിൻ്റെ കൂടെ റെസ്ട്രിക്ട്സ് കൊടുക്കോ? ഇല്ല. റെസ്ട്രിക്ട് സ്റ്റുഡൻസ് ഫ്രം റെവൽറി. Buying things, ബൈയിങ്ങിന്റെ സ്പെല്ലിംഗ് ഉണ്ട്, BUYING. ബൈയിങ് തിങ്സ് ഫ്രം സ്ട്രീറ്റ് പർവേഴ്സ് ഇസ് ഓൾവേസ് പ്രോഫിറ്റബിൾ. യെസ്, സ്ട്രീറ്റ് വെൻറ്റേഴ്സ് കുറച്ചുകൂടെ നമുക്ക് അറിയാലോ. സ്ട്രീറ്റ് വെൻറ്റേഴ്സ് അറിയാലോ, വിൻഡോ ഷോപ്പിംഗ് ഒക്കെ നമ്മൾ നടത്തുന്നില്ലവരല്ലേ, അപ്പോൾ നമുക്കറിയാം. സോ Delhi government imposed restrictions for New Year revelry in order to tackle the COVID situation. Okay, all right, Vaishnavi. Yeah. Grandparents love for grandparents love അങ്ങനെയാണെങ്കിൽ അപ്പസ്ട്രോഫി കൊടുക്കണം. നീതു, ഗ്രാൻഡ്പേരൻസിൻ്റെ അപ്പസ്ട്രോഫി, എസ് കഴിഞ്ഞിട്ട് അപ്പസ്ട്രോഫി കേട്ടോ. ഗ്രാൻഡ്പേരൻസ് എന്താണ്? നമ്മുടെ മുത്തശ്ശന്മാർ. അപ്പസ്ട്രോഫി എസ് കൊടുക്കുന്നത് എസിന് ശേഷം. അപ്പസ്ട്രോഫി എസ് അല്ല, അപ്പസ്ട്രോഫി കൊടുക്കുന്നത് എസിന് ശേഷം. ഗ്രാൻഡ്പേരൻസിൻ്റെ ലവ് for their children is boundless and being with them every day is a revelry for them. Okay, all right. Lack of water in body may affect immunity. അവിടെ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് ഇമ്മ്യൂണിറ്റി അല്ലേ? പക്ഷെ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് മറ്റേ മീനിങ്ങിൽ ഇമ്മ്യൂണിറ്റി, ഇത് തെറ്റാട്ടോ. അത് ആശ, അവിടെ ഇമ്മ്യൂണിറ്റി തന്നെ കൊടുക്കണം. പക്ഷേ ഇമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ അതിന് ഒരു സിനോണിം ആയിട്ട് ഇമ്മ്യൂണിറ്റി ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. എക്സംഷൻ ഉണ്ട്, പ്രതിരോധം എന്നുണ്ടെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് ഇമ്മ്യൂണിറ്റി തന്നെ കൊടുക്കാം. Tamil Nadu government has partially been locked due to control mob and revelry in spite of predominant strain of Omicron variant. Okay, put boundless efforts in your study. In your study, വീണ്ടും സ്റ്റഡി വരില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സ്റ്റഡീസ്, പഠനം, സ്റ്റഡീസ്. You put okay, in your studies you must be achieve തെറ്റി, സെന്റൻസ് പ്രശ്നമുണ്ട്. Put boundless efforts in your studies so that you must achieve. So അവിടെ you must വരില്ല, അല്ലെങ്കിൽ and you must achieve your goal എന്നിട്ട് and you must achieve your goal അങ്ങനെ കൊടുത്തു. The gamma rays are more pervasive than alpha and beta rays. Yeah, the new PSC question pattern baffled many students. Great. The officers were baffled regarding the probe against the Ripper and his apathy towards people. Yeah. An investigation team was appointed to probe into the matter. Great. The probe into the death of farmers in Lakhimpur Kheri resulted in the arrest of Ashish Mishra. Yeah. The sudden probe baffled the people. Okay. The ruling front and opposition should go in tandem in the matter of K-Rail project, which is expected to bring a host of changes, like ease the current rail passengers rush, reduce traveling time, etc. Okay, there's a pervasive apathy towards the downtrodden. Yeah, children got baffled with new problem given by the teacher. Okay, the Mullaperiyar decommission is under probe. Okay, the probe officer misused his authority. Okay, she baffled me in the decision. Okay, the functionaries probed pervasively and was apathetic towards the suspects. Okay, the criminal baffled probe by producing fake evidence. Selma Karami's penetrating words. Karami K capital ആണ് കേട്ടോ. Penetrating words attracted him to a certain extent and he fell in love with her spiritual beauty, for it was lit like that of an innocent moon. Yeah, okay. Probe എന്നല്ലേ? ഓക്കെ, ഗ്രേറ്റ്. അടുത്ത് നോക്കിയേ, ഫങ്ഷണറി. ഓർത്തോണേ, ഫങ്ഷണറി എന്ന വാക്കിൻ്റെ അർത്ഥം നൗണാണേ, ഒഫീഷ്യൽ എന്നാണ് അർത്ഥം, അല്ലെങ്കിൽ പബ്ലിക് സെർവൻറ്റ്, അല്ലെങ്കിൽ സിവിൽ സെർവൻറ്റ് എന്നൊക്കെ പറയാം കേട്ടോ, ബ്യൂറോക്രാറ്റ്. അപ്പോൾ ഇത് വാക്കുകൾ ഓർത്താൽ മതി. പബ്ലിക് സെർവൻറ്റ്, സിവിൽ സെർവൻറ്റ്, ഓഫീസ് ബെയറർ എന്നൊക്കെ അർത്ഥമുണ്ട്. ഒരു ഓഫീസിലൊക്കെ ഇരിക്കുന്ന ഒരാൾ എങ്കിൽ
office bearer, civil servant, officials, public servant, bureaucrat. Bureaucrat. Spelling ശ്രദ്ധിക്കണേ. Bureaucrat, bureaucracy. BUREAU, bureau. Bureaucracy, CRACY. പിന്നെ bureaucrat. ഓർത്ത് വെച്ചോളൂ കേട്ടോ. ഫങ്ഷണറി എന്ന് പറഞ്ഞാൽ official, public servant, civil servant, office bearer, bureaucrat. ഓർത്ത് വെക്കുക. Okay. Probes on COVID-19 says that vaccination has pervasive effect on it. Okay. There was a probe against a functionary. Great. The probe of coronavirus helps in finding its structure. അവിടെ സഫിയ ഇറ്റ്സിൻ്റെ അപ്പസ്ട്രോഫി വേണ്ട. എപ്പോഴും ഞാൻ പറയുന്നതാണ് ഇറ്റ് എന്നുള്ള വാക്കിൻ്റെ യൂസേജ്. ഇറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു പൊസസീവ് കേസാണ്, പൊസസീവ് അഡ്ജക്റ്റീവാണ്. ഇറ്റ്സ് എ പൊസസീവ് അഡ്ജക്റ്റീവ്. പൊസസീവ് അഡ്ജക്റ്റീവിൻ്റെ പ്രത്യേകത എന്താ? ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല. അതിൻ്റെ അതിൻ്റെ നേച്ചർ, അതിൻ്റെ കളർ, അതിൻ്റെ ക്യാപ്പ്, അങ്ങനെയൊക്കെ നമുക്ക് പറയാം ഇറ്റ്സ്. പക്ഷേ ഈ ഇറ്റ്സ് നോക്കിയേ, അപ്പസ്ട്രോഫി എസ് വരുമ്പോൾ എന്താ വരുന്നത്? അതിൻ്റെ മീനിങ് മാറി. വീണ്ടും പറയുകയാണ് ഇറ്റ് വാസ്, ഇറ്റ് ഈസ്, അല്ലെങ്കിൽ ഇറ്റ് ഹാസ്. ഈ 3 അർത്ഥം വരും. അപ്പോൾ അർത്ഥം മനസ്സിലായോ? ഇത്രയും അർത്ഥമാണ് ഇതിന് വരിക. ഏതിലാണോ അക്കോർഡിംഗ്ലി ഇത് മാറും, നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഇറ്റ്സ് വരണം. അപ്പോൾ അവിടെ അപ്പസ്ട്രോഫി വരാൻ പാടില്ല. ഒന്ന് ശ്രദ്ധിച്ചോണേ. ഞാൻ ഒരുപാട് തവണ പറഞ്ഞു സ്ട്രക്ചർ ആൻഡ് ടു പ്രൊഡ്യൂസ് വാക്സിൻ അഗൻസ്റ്റ് ഇറ്റ്. ഓക്കെ. ഐ ബാഫിൾഡ് വെൻ മൈ ഫാദർ ആസ്ക്ഡ് ദ ഇഷ്യൂ ഹാപ്പൻഡ് വിത്ത് മൈ ഫ്രണ്ട് ലാസ്റ്റ് വീക്ക്. ആസ്ക്ഡ് ദ ഇഷ്യൂ അല്ല, ആസ്ക്ഡ് അബൌട്ട് ദ ഇഷ്യൂ. കേട്ടോ. ഐ ബാഫിൾഡ് വെൻ മൈ ഫാദർ ആസ്ക്ഡ് അബൌട്ട് ദ ഇഷ്യൂ ഹാപ്പൻഡ് വിത്ത് മൈ ഫ്രണ്ട് ലാസ്റ്റ് വീക്ക്. Police got baffled while doing the probe. Okay. My cousin baffled me in her marks. In her marks alla. With her marks. Confuse me with her marks. Oh, confusion adipichu with her marks. In her marks correct alla. When asked about progress of the application submitted, the functionary baffled. Okay. All right. In the dying minutes of the old year revelry was at its height, and the crowded ballroom presented a happy scene. Or second day, in the dying minutes of the old year revelry was at its height, and the crowded ballroom presented a happy. ആ സെൻറ്റൻസിൽ ഒരു ചെറിയ പ്രശ്നമുണ്ടല്ലോ. സെൻറ്റൻസ് ഒരു മീനിങ് കംപ്ലീറ്റ് ആയിട്ടില്ലല്ലോ. We should have pervasive reading and should probe all the Hindu articles in order to tackle descriptive sessions of HC exam. Great. Government of Kerala had laid down a night curfew. നൗഫലെ, എ വന്നു കഴിഞ്ഞാൽ പ്ലൂറൽ നൗണിൻ്റെ കൂടെ ഉപയോഗിക്കാൻ പറ്റുമോ? എ അല്ലെങ്കിൽ ആൻ എന്തിൻ്റെ കൂടെ ഉപയോഗിക്കുന്നത്? ഓർത്തു വെച്ചോ. സിംഗുലർ ആയിട്ടുള്ള കൗണ്ടബിൾ ആയിട്ടുള്ള നൗണിൻ്റെ കൂടെ മാത്രമേ എ അല്ലെങ്കിൽ ആൻ ഉപയോഗിക്കുള്ളൂ. സിംഗുലർ കൗണ്ടബിൾ നൗൺ SCN. ഇപ്പം നീ എഴുതിയേക്കുന്നുണ്ടോ? എ നൈറ്റ് കർഫ്യൂസ് അല്ല, എ നൈറ്റ് കർഫ്യൂ. ശ്രദ്ധിക്കണം കേട്ടോ, എഴുതി പോകുമ്പോൾ മാറിപ്പോരുത് കേട്ടോ. ടു റെസ്ട്രിക്ട് മാസ് ഗ്യാതറിങ്സ്. കാര്യം ചെറിയൊരു സെൻറ്റൻസിൻ്റെ ഇതുള്ളൂ, പക്ഷെ അതിൻ്റെ മീനിങ് ഒരുപാട് മാറും. ഗ്യാതറിങ്സ് ആൻഡ് റെവൽറി വിച്ച് വിൽ പുട്ട് എ ലാർജ് ഗ്രൂപ്പ് പീപ്പിൾ വരില്ലല്ലോ നൗഫലെ. ലാർജ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അറ്റ് സ്റ്റേക്ക് ഓഫ് ഒമിക്രോൺ സ്ട്രെയിൻ. ലാർജ് ഗ്രൂപ്പ് പീപ്പിൾ അല്ല, ലാർജ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. ദി stepmother's apathy towards his son irritated the biological father. Stepmotherന്റെ ആജ്ഞ, stepmothers apostrophe s. ഇന്ന് apostrophe ഒരുപാട് കുറയുന്നുണ്ടല്ലോ നിങ്ങളുടെ. എന്ത് പറ്റി ഇന്ന്? The reason for corner. ഓക്കെ, ഒരു സെക്കൻഡ്, ഞാൻ എന്താ ചെയ്തേ? അടുത്തോട്ട് വരാം അല്ലേ. രണ്ടെണ്ണം വായിക്കാം എന്നിട്ട് പോകാം. ഇമ്പോസ്റ്റർ മീൻസ് ഇംപേഴ്സണേറ്റർ, ആൾമാറാട്ടക്കാരൻ. പ്രിറ്റൻഡർ, പ്രിറ്റൻഡ് ചെയ്യുന്ന ഒരാൾ. അല്ലെങ്കിൽ ഹോക്സ് നടത്തുന്ന ആളില്ലേ, കള്ളത്തരം. അല്ലെങ്കിൽ ഫ്രോഡ്, ഫേക്ക് എന്നൊക്കെയാണ് ഇമ്പോസ്റ്റർ എന്ന വാക്കിൻ്റെ അർത്ഥം. ഒന്ന് നോക്കിക്കോ, അപ്പോഴേക്കും ഞാൻ അടുത്ത് പറയാം. എന്തായിരുന്നു പറഞ്ഞു വന്നേ? The reason for corner helicopter accident was probe made by high official. ആ സെൻറ്റൻസ് കംപ്ലീഷൻ ഇല്ലല്ലോ. The reason for corner helicopter, Kunur helicopter accident, a probe accident investigation ആണോ അതോ എന്താ ഉദ്ദേശിച്ചത്? മീനിങ് കറക്റ്റ് ആയിട്ടില്ല നീതു. To make a stop to COVID positive cases. ബാഫിളസോ? സെൻറ്റൻസ് കംപ്ലീറ്റ് ആയിട്ടില്ല. ടു മേക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല സെൻറ്റൻസ്, അത് ഫ്രേസ് മാത്രമായിട്ട് അവിടെ നിൽക്കുകയാണ്. ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് ഓൾവേസ് ഹെൽപ്സ് പോലീസ് ടു പ്രോബ് ക്രൈം. ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന ഒന്നല്ലേ, സിംഗുലർ അല്ലേ, അപ്പോൾ ഹെൽപ്സ് കൊടുക്കുക. പെർവിസ് മെന്റൽ പത്തി പറയില്ല, ഫീലിങ്സ് ആണോ? പത്തി ഈസ് എ റൂട്ട് വേർഡ്, അത് കംപ്ലീറ്റ് ആയിട്ടില്ല, റൂട്ട് വേർഡ് ആണ്. ആ റൂട്ട് വേർഡ് കംപ്ലീറ്റ് ആണെങ്കിൽ എമ്പതി എന്തെങ്കിലും കൊടുക്കണം. ഫീലിങ്സ് ആണെങ്കിൽ ആ മീനിങ് തെറ്റായി കേട്ടോ. ഡ്യൂ ടു ദ ഇൻവെസ്റ്റിഗേറ്റിംഗ് ടീം ബാഫ്ലിംഗ് ക്വസ്റ്റ്യൻസ് അബൌട്ട് ദ ഇഷ്യൂ. ഓക്കെ. ദ ടീച്ചർ ഗോട്ട് ബാഫിൾഡ് ബൈ സീയിങ് ദി ആൻസർ ഷീറ്റ്സ് ഓഫ് ദ സ്റ്റുഡൻസ്. കേട്ടോ, ശിവ അതൊന്നും ശ്രദ്ധിക്കണം കേട്ടോ. പത്തി എന്ന് പറയുന്ന യൂസേജ് മാറി.
അല്ലെങ്കിൽ മെൻ്റൽ അപ്പതി ആണെങ്കിൽ ഓക്കെ, ഡ്യൂ ടു ദ ഇൻവെസ്റ്റിഗേറ്റീവ് ടീംസ് ബാഫ്ലിംഗ് ക്വസ്റ്റ്യൻസ്, അപ്പോഴും സെൻറ്റൻസ് കംപ്ലീറ്റ് ആയിട്ടില്ല എന്നുള്ള വേറൊരു കാര്യം. ദ അപ്പതി ഷോൺ ടു ദ poor by the society makes her life too difficult. He was totally baffled to see her at the party. Okay, it is baffling that the functionaries have apathy towards the public. Okay, great. ഞാൻ ഇട്ടതെല്ലാം മിസ് അടുത്ത് ഓട്ടോമാറ്റിക്കലി ഓക്കെ സഫിയ, എന്നാൽ പ്രോബ്ലം ഇല്ല, കുഴപ്പമില്ല, അത് ടൈപ്പ് ആണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. ഓക്കെ, ഞാൻ വിചാരിച്ചു തെറ്റിത്താണ്. തോ ഇറ്റ് വാസ് നോട്ട് ഇൻ മൈ കൺസേൺ, ഐ വുഡ് ലൈക്ക് ടു ബിക്കം എ ഫങ്ഷണറി അറ്റ് പ്രസന്റ്. ഓക്കെ, it is very annoying to see the rampant pervasiveness of hatred and religious fanaticism in our beautiful country. Yes, the state government appointed the functionary for probing the K-Rail project. The functionary allocates new shelter for the homeless. Okay, due to due to baffling on the witness. Due to എന്ന് പറയുന്നത് എന്താ? പ്രിപ്പോസിഷണൽ ഫ്രേസാ. അതിനുശേഷം വരുന്നത് എന്തായിരിക്കും? വെർബ് വരാൻ പാടില്ല കേട്ടോ. പ്രിപ്പോസിഷന് ശേഷം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. പ്രിപ്പോസിഷനോ പ്രിപ്പോസിഷൻ ഫ്രേസിന് ശേഷം എപ്പോഴും ഒബ്ജക്റ്റ് വരണം. അതായത് നൗണോ അല്ലെങ്കിൽ ജെറണ്ട് വന്നോ കുഴപ്പമില്ല, അല്ലെങ്കിൽ പ്രൊനൗൺ വന്നോ, വെർബ് വരല്ലേ? ഓക്കെ, യാ, okay, it's okay, Nawfal. When I was young, I was often baffled thinking how Alice may manage to escape to the other world through a small rabbit hole into the wonder world. Okay, apathy of functioning towards the public is annoying. Okay, functionaries എന്ന് പറയുമോ? functionaries എന്ന് പറയും നീന, പ്ലൂരൽ ഉണ്ട് അതിന്. യാ, functionaries പറയും, officials പറയും. The functionary is responsible for the destructions in the destructionsum പറയും, കുഴപ്പമൊന്നുമില്ല. In the district. Baffled on seeing her. Okay, I stood speechless. Baffled on seeing her, confused on seeing her, I stood speechless. പാണ് കറക്റ്റ് ആണ്. യെസ് അജാസ്, കറക്റ്റ് ആണ്. She is baffled about her future. Yeah, okay. Health Minister terminated some functionaries of a government hospital due to their apathy towards the job. Although the functionary had ample evidence, yet they were baffled with the questions asked by the court regarding the probe grade. The government functionaries should be more transparent. Okay. The signboards are always baffling, confusing. Okay. Okay. Connivance എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? കൊല്യൂഷൻ എന്ന് പറയുമ്പോൾ കൊല്യൂഷനും രണ്ടാണേ. കോൺസ്പിറസിക്കാണ് ഈ ഇൻവോൾവ്മെന്റ് ചെയ്തിട്ട് ഒരു കോൺസ്പയറിങ്ങിന് അതിനാണ് കൊല്യൂഷൻ എന്ന് പറയാം. കംപ്ലൈസിറ്റി അല്ലെങ്കിൽ കൊളാബറേഷൻ, കൂടിച്ചേർന്നിട്ട് മറ്റുള്ളവർക്കെതിരെ പ്ലോട്ട് ചെയ്യുന്നതിനാണ് ഈ കൂടിച്ചേരല്. നമ്മുടെ അനാവശ്യമായി റോങ് ഡൂയിങ്സിന് വേണ്ടി കൂടിച്ചേർന്നതിനാണ് കൊല്യൂഷൻ എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് കോൺസ്പിറസി. ഓക്കെ, പക്ഷേ ശ്രദ്ധിക്കണം, കൊല്യൂഷൻ എന്ന വാക്കും കൊളിഷൻ എന്ന വാക്കും രണ്ടാ. നിങ്ങൾക്ക് അറിയായിരിക്കും കൊല്യൂഷൻ എന്ന വാക്കും കൊളിഷൻ എന്ന വാക്ക്. കൊളിഷൻ നോക്കിയേ, COLLISION, കൊളിഷൻ ഓഫ് വീക്കിൾസ്. തട്ടുമുട്ട അതില്ലേ പറയില്ലേ, അതാണ് കൊളിഷൻ. ബട്ട് നമ്മുടെ കണിവൻസിൽ കൊല്യൂഷൻ ഉണ്ട്. അത് ഇതുവരെ ഒരു തവണ ചോദിച്ചിട്ടുണ്ട്, കൺഫ്യൂസിങ് വേർഡ്സിൽ പഠിച്ചിട്ട് ചോദിച്ചിട്ടുള്ളതാണ് കൊല്യൂഷൻ, കൊളിഷൻ ഒക്കെ. അപ്പോൾ കണിവൻസിന്റെ വാക്കിന്റെ അർത്ഥം കോൺസ്പിറസി, കൊല്യൂഷൻ, കോംപ്ലിസിറ്റി ഓർ കൊളാബറേഷൻ. കൂടി ചേർന്ന് എന്തെങ്കിലും ഒരു പ്ലോട്ട് ചെയ്തിട്ട് വി ആർ സ്കീമിങ് സംതിങ് ആൻഡ് യു ആർ അഗൈൻസ്റ്റ് സംബഡി, കൂടി ചേർന്ന് അതിനെയാണ്. നെഗറ്റീവ് മീനിങ് ആണ് കണിവൻസിന്, ഓർത്ത് വെച്ചോളാം. അടുത്താണ് ഒമിനസ്. ഒമൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഒരു ത്രെറ്റ് ആകാം, അല്ലെങ്കിൽ ഒരു വാർണിംഗ് ആകാം. സോ ഒമിനസ് ആണെങ്കിൽ ത്രെറ്റനിങ്, മെനസിങ്, ബെയിൽഫുൾ അല്ലെങ്കിൽ ഫോർബിഡിങ് ആയിട്ടുള്ള, ബെയിൽഫുൾ ആയിട്ടുള്ള, മെനസിങ് ആയിട്ടുള്ള, ത്രെറ്റനിങ് ആയിട്ടുള്ള എന്നാണ് ഒമിനസ്. ഒരു തവണ നമ്മൾ ഡിസ്കസ് ചെയ്ത വാക്ക് അഡ്ജക്റ്റീവ് ആണ്. ആൻഡ് ടോക്സിക്. ടോക്സിൻ എന്ന് പറഞ്ഞാൽ പോയിസൺ, ടോക്സിക് എന്ന് പറഞ്ഞാൽ പോയിസണസ് അല്ലെങ്കിൽ വെനമസ്, വിഷം, വെനമസ്. വിറുലന്റ്, ഡിസാസ്ട്രസ് കൊള്ളില്ല, അല്ലെങ്കിൽ ഡേഞ്ചറസ്, കൊള്ളില്ല കേട്ടോ. അതാണ് അർത്ഥം, ഓർത്ത് വെച്ചോളൂ, ടോക്സിക്. അടുത്താണ് ബീറേറ്റ്. ബീറേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? റിബ്യൂക്ക്. ബിറേറ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം ഇതാണ്, ക്രിട്ടിസൈസ് എന്നാണ്. ക്രിട്ടിസൈസ് എന്നാ, ഓർത്ത് വെച്ചോ. ആ ക്രിട്ടിസൈസ് എന്നാണ് വേർബിന്റെ മീനിങ്. ക്രിട്ടിസൈസ് ചെയ്യേണ്ട മറ്റ് ഒഫീഷ്യൽ വേർഡുകളാണ് റിബ്യൂക്ക്, റിപ്രിമാൻഡ്, റിപ്രോച്ച്, അല്ലെങ്കിൽ അഡ്മോൺ, റിപ്രൂവ് എന്നൊക്കെ. ഇതൊക്കെ ഒഫീഷ്യലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് വാക്കുകളാണ്. കുറച്ച് സ്റ്റാൻഡേർഡ് വേർഡ്സാണ്, ക്ലാസി വേർഡ്സാണ്. ബിറേറ്റ് ക്രിട്ടിസൈസ് ചെയ്യുക, ക്രിട്ടിസൈസ് എന്നുള്ള വാക്കിന് പകരം റിബ്യൂക്ക് ചെയ്യുക, റിപ്രിമാൻഡ് ചെയ്യുക, റിപ്രോച്ച് ചെയ്യുക, അഡ്മോണിഷ് ചെയ്യുക, റിപ്രൂവ് ചെയ്യുക. ഓക്കെ, ഓർത്ത് വെച്ചോളൂ കേട്ടോ. അടുത്ത സെന്റൻസ് നോക്കിയട്ടെ. The probe team found out that disorientation of the crew is the reason behind the Kunur copter crash. Okay, in social media there is ramp up in imposters. Okay, all right. അവിടെ റാമ്പ് അപ്പ് എന്ന് പറയുന്നത് ഒരുമിച്ച് അല്ലേ? അപ്പോൾ റാമ്പ് അപ്പ് രണ്ടായിട്ട് എഴുതുക, റാമ്പ് അപ്പ് ഒരുമിച്ച് എഴുതുക. ഓക്കെ കേട്ടോ സിത്താര. ഹീസ് എൻ ഇമ്പോസ്റ്റർ.
പറയാം, he is an imposter പറയാൻ correct ആണ് കാർത്തിക. A functionary was constituted to probe the matter of alleged Kunur chopper crash and the death of CDS Bipin Rawat. Okay. Uncle Veron got baffled to see flying cars in the town. Okay. He was an imposter who is acting like an innocent and cunning from the backside. Okay. All right. The governments of Kerala and Tamil Nadu should be in connivance regarding the decommissioning of Mullappuzha. അയ്യോ ഇല്ല, കൊളാബറേഷൻ എന്നുള്ള മീനിങ് ഒരിക്കലും ഇതിൽ വരരുത്. കൊളാബറേഷൻ ഒരു സിനണിം മാത്രമാണ്, ഓർക്കണേ, ഇതൊരു സിനണിം മാത്രമാണ്. പോസിറ്റീവ് സെൻസ് അല്ല ഇതിന് നെഗറ്റീവ് സെൻസാണ്. അപ്പോൾ കേരള ഗവൺമെന്റും ഇവരും കൂടി കൺസ്പയർ ചെയ്യാന്നുള്ള രീതിയിൽ വരും. കൊളാബറേഷൻ എന്ന് പറയുന്നത് ഞാൻ മീനിങ് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു തന്നാണ്. സിനണിമാണ്, അത് വളരെ ഡിസ്റ്റൻസ് സിനണിമാണ് കേട്ടോ. കണിവൻസ് എന്ന് പറയുമ്പോൾ പൊല്യൂഷൻ, കോൺസ്പിറസി, കംപ്ലിസിറ്റി എന്ന് മാത്രമേ ഉള്ളൂ. കൊളാബറേഷൻ കോംപ്ലിസിറ്റി എന്ന് മാത്രമേ ഉള്ളൂ. കൊളാബറേഷൻ അതിൻ്റെ മീനിങ് ഉണ്ട്, സൈഡിലെ മീനിങ് ആണ്, അതിവിടെ ഉപയോഗിക്കേണ്ട. ഓക്കെ, പോസിറ്റീവായിട്ട് ഉപയോഗിക്കേണ്ട. ഉണ്ട് കൊല്യൂഷന് ഗൂഢാലോചന, അതാ പറഞ്ഞ കോൺസ്പിറസി, ഗൂഢാലോചന മീനിങ് ഉണ്ട്. ഓക്കെ, അങ്ങനെ ഒരു അർത്ഥമുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണ്? The imposters probed as CBI functionaries and baffled the people. Okay, the functionary always gets baffled കേട്ടോ, while dealing with terrorism activities pervasive among the youth. Connivance among the criminals made them jointly liable. Okay, all right. We decided to go for a probe into the school's present situation. Okay. Toxic connivance can be seen in most comment boxes of many social media pages. Yeah. We should refrain from posting ominous posts in social media. Yeah. Political parties often connive in murdering their rivals for their betterment. Rivals എന്താ ഉദ്ദേശിക്കുന്നത്? റിവൽ എന്ന് പറഞ്ഞാൽ സെലിബ്രേഷനാ. റൈവലാണോ ഉദ്ദേശിക്കുന്നത്? റൈവലാണ് RIVAL. ഞാൻ നേരത്തെ പറഞ്ഞു, തെറ്റിരുന്ന്. റെവൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? റെവൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സെലിബ്രേഷൻ എന്നർത്ഥം. റെവൽറിനെ കട്ട് ചെയ്യുന്നല്ലേ, റൈവലിനെ കട്ട് ചെയ്യും, മർഡർ ചെയ്യല്ലേ. റൈവൽ, RIVAL, റൈവൽ. നേരത്തെ ശ്രദ്ധിക്കണേ, ഞാൻ പറഞ്ഞ റൈവൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയില്ലേ ഒപ്പോണന്റ്, എതിരാളി ആണേ. പക്ഷേ റെവൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്താണ് റെവൽ എന്ന് പറഞ്ഞ അർത്ഥം? സെലിബ്രേഷൻ. വ്യത്യാസം മനസ്സിലായോ? കൺഫ്യൂസിങ് വേർഡ്സിൽ പെടുന്നവയാ, എടുത്തു വെച്ചോട്ടോ, എഴുതി വെച്ചോ. ഡോക്ടർ പ്രോബ്ഡ് ഇൻ ടു ദി ക്ലിനിക്കൽ പേപ്പേഴ്സ് ഓഫ് മൈക്കിൾ ജാക്സൺസ് വേണ്ട, മൈക്കിൾ ജാക്സൺ നിഷാന അവിടെ അപ്പോസ്ട്രോഫി വേണ്ട, പേപ്പേഴ്സ് ഓഫ് മൈക്കിൾ ജാക്സൺ മതി. അല്ലെങ്കിൽ മൈക്കിൾ ജാക്സൺസ് പേപ്പേഴ്സ് കൊടുത്തോ, മനസ്സിലായോ? മൈക്കിൾ ജാക്സൺസ് മെഡിക്കൽ ഡോക്യുമെന്റ്സ് കൊടുത്തോ. മൈക്കിൾ ജാക്സൺസ് മെഡിക്കൽ ഡോക്യുമെന്റ്സ് ഒന്നെങ്കിൽ, അല്ലെങ്കിൽ മെഡിക്കൽ പേപ്പേഴ്സ് ഓഫ് മൈക്കിൾ ജാക്സൺ to determine the cause of his cardiac arrest. I was rebuked by his teachers for not attending classes. Okay, when I was entering to the tunnel, I heard an ominous sound. It pulled me back of exploration. Okay. The officer, an imposter, dismissed from the department due to misbehavior. An officer, the imposter, dismissed. Charanya. The officer, an imposter, was dismissed. അല്ലെങ്കിൽ ഈസ് ഡിസ്മിസ്ഡ്. അത് നമ്മുടെ പാസീവ് വോയിസ് ആയിട്ട് കൊടുക്കുക. മെയിൻ ഓക്സിലറി വെർബ് കൊടുക്കുക. ഡിസ്മിസിൻ്റെ കൂടെ ഓക്സിലറി വെർബും വേണം, എന്നാലേ കറക്റ്റ് ആവുള്ളൂ. അല്ലെങ്കിൽ പിന്നെ സെൻറ്റൻസിന് വീണ്ടും അതിന് ഇത് പോകേണ്ടി വരും. He baffled these days whether he stays here in Kerala for the exam or goes back. He baffled these days whether അവിടെ ഒരു പ്രശ്നമുണ്ട്. He baffled these days whether to stay here in Kerala. അവിടെ ഇങ്ങനെ വരണം. Whether to stay here in Kerala or to go back with family to Mumbai. അങ്ങനെ കേട്ടോ അശ്വതി, അതൊന്ന് തിരുത്തിക്കോ. Whether to stay here in Kerala or go back with family to Mumbai. Many ill practices like child marriage, exchange of spouse on contract for money, and sati still എന്ത് pervasive are pervasive in certain rural parts of India. അവിടുത്തെ മെയിൻ വെർബ് എവിടെ പോയി നോക്കല്ലേ, അപ്പോൾ സെനൻസ് മൊത്തം പോവില്ലേ? അപ്പോൾ are pervasive കൊടുക്കുക. The connivance of Naxals led to the death of a police officer. Okay, emission of toxic gases from the industries are ominous to life of people. Okay, some imposter people berated about new educational about വേണ്ട, berated about വേണ്ട, berated the new educational policy മതി. about അവിടെ വേണ്ട കേട്ടോ, ശ്രദ്ധിക്കണേ. ഓക്കെ ആണോ ഐഷ? he stands as an ominous എന്ന് പറയില്ല, ആസ് എൻ ഒമൻ പറഞ്ഞോ എന്ന് കുഴപ്പമില്ല. അല്ലെങ്കിൽ he stands as an ominous എന്ത്, ominous adjective അല്ല, അതിൻ്റെ കൂടെ noun വേണ്ടേ. in your path the colleagues spread a scandal against him to the boss. Okay,
He berated other government leaders for not participating in the probe. Okay. Don't hurt anyone with your ominous messages. Okay. The connivance and reluctance of people is ominous. Okay. Yeah, correct. Okay. Stay away from toxic people. Mullaperiyar is ominous for Keralites. Yeah. The self-financing faculty members were berated during the training programming. Okay. The investigation team arrested the culprits whose connivance resulted in the murder of the family. Okay. Okay. Yes. അടുത്തോട്ട് പോകാവേ. Interim chief എന്ന് കേട്ടുണ്ടോ? Interim എന്ന് പറഞ്ഞാൽ interval, interlude എന്നൊക്കെയാണ് എന്ത് നൗണിൻ്റെ അർത്ഥം. Interim എന്ന് പറഞ്ഞാൽ interval അല്ലെങ്കിൽ എന്താണ് മീൻ വൈൽ എന്നൊക്കെ അർത്ഥമുണ്ട്. മീൻ ടൈം എന്നൊക്കെ അർത്ഥമുണ്ട്. ഓക്കെ. ഇന്റർവെൽ, ഇന്റർലൂഡ് എന്നൊക്കെയാണ് നൗണിൻ്റെ അർത്ഥം. എന്നാൽ ഇന്റർം എന്ന അഡ്ജക്റ്റീവ് വരുമ്പോൾ പ്രൊവിഷണൽ അല്ലെങ്കിൽ ടെമ്പററി, തൽക്കാലത്തേക്ക്. ഓക്കെ. അല്ലെങ്കിൽ എന്താ പറയുക പ്രൊവിഷണൽ എന്നൊക്കെയാണ് ഇന്ററിം എന്നുള്ള അർത്ഥം. ഓർത്ത് വെച്ചോണേ അഡ്ജക്റ്റീവായിട്ട് വരുമ്പോൾ. അല്ലാതെ വരുമ്പോൾ ഇന്റർവെൽ, ഇന്റർലൂഡ്, മീൻ ടൈം, മീൻ വൈൽ എന്നൊക്കെയാണ്. അടുത്തത് അലക്രിറ്റി എന്നുള്ള പറഞ്ഞതാണ് ഈഗർനെസ്, താല്പര്യം, enthusiasm to do something, eagerness, willingness, readiness, ardor, enthusiasm, passion, അതിനാണ് ആർഡർ എന്നും പറയാം. സോ അലക്രിറ്റി ഇസ് എ നൗൺ. ഈഗർനെസ്, വില്ലിംഗ്നെസ്, റെഡിനെസ്, ആർഡർ, enthusiasm എന്നൊക്കെ അർത്ഥം വരും അലക്രിറ്റിക്ക്. ബമ്പി റോഡ് എന്നൊക്കെ പറയില്ലേ? ഓ ഇറ്റ്സ് എ ബമ്പി റോഡ്, ഇറ്റ്സ് എ ബമ്പി ഡിസിഷൻ. ബമ്പി ഗ്രോത്ത് എന്നൊക്കെ പറഞ്ഞാൽ എന്താ അർത്ഥം? അണീവൻ. ഓഹ് റഫ്. ജി ആണ് ഉദ്ദേശിച്ചത്, ടൈപ്പോ ആണ്. ഇന്ന് രാവിലെ തിരക്ക് പിടിച്ച് ടൈപ്പ് ചെയ്താൽ സോ സോറി ഫോർ ദാറ്റ്. റഫ്. ഇതും കൊള്ളായോ? ഓക്കെ. റഫാണ്. ROUGH റഫ്. ഓക്കെ. റഫ്. ഇറഗുലർ, ബൗൺസി ആണ് ബമ്പി റോഡൊക്കെ അറിയില്ല. ബമ്പി ജേർണി എന്നൊക്കെ പറയില്ലേ? ജേർണി എത്ര സുഖമല്ലായിരുന്നു എന്നൊക്കെ പറയില്ല. അതാണ്. ഓക്കെ. അടുത്ത ominous, weak one is not a brave thing. Okay. The connivance of terrorist groups will be ominous to mankind. Usually people behave apathetic towards sensitive issues and do not stand up for each other. Stand up for each other അല്ല, one another. മറ്റുള്ളവർക്ക് വേണ്ടി എന്നല്ലേ. അപ്പോൾ one another, each other എന്ന് രണ്ട് പേരുണ്ടെന്നുള്ളൂ കേട്ടോ അഞ്ജലി. ഓക്കെ. ഓക്കെ. ഈ ശ്രീധരൻ കമന്റഡ് ദാറ്റ് കേരയിൽ is ominous. കേരയിലല്ല ഉദ്ദേശിച്ചത്, ominous for the nature. The imposter had connivance with the toxic politician and did many ominous actions. Okay. The man made toxic connivance with his friends to attack the police officer. Okay. The man made. Okay. Yes. Sukumarakurupu after reached from abroad. After reaching from abroad. After reaching from abroad. After reaching from abroad, he created a connivance with close friends and relate to do a crime. അയ്യോ അത് മൂവിയാണ് കേട്ടോ. കിറ്റക്സ് വാസ് ബെറേറ്റഡ് ഫോർ റിലീസിങ്. അപ്പോൾ എന്താണ് പ്ലോട്ട് ചെയ്തതെന്ന് നമുക്ക് കൃത്യമായിട്ട് ഏറെക്കുറെ സിമിലാരിറ്റി എന്ന് പറയാം. എന്നാലും അതിൽ ഇച്ചിരി ഒരു മൂവിയാണ്. ഇറ്റ്സ് എനിവേ ഐ എം നോട്ട് ടെല്ലിങ് അബൌട്ട് ദാറ്റ്. അത് വേണ്ട. ഹീസ് എൻ ഇമ്പോസ്റ്റർ ഹു റിവീൽഡ് ഹിസ് ominous behavior last week. Kittix was berated for releasing toxic chemicals. Berate എന്ന് പറഞ്ഞാൽ ക്രിട്ടിസൈസ് എന്ന് മാത്രമേ ഉള്ളൂ. ആൻമനി. China's ominous approach along north side frontier put the squeeze on central government. Okay. He found it difficult to attend functions as he was berated for his posture and people made fun of him. Okay. The toxic connivance among the imposters is ominous to the existing decorum of our society. Okay. Please make your comments not ominous. Okay. All right. Recently, a Coast Guard ship C453 has been included into services which was developed by Larsen and Toubro in connivance with ICGS. Okay. അവിടെ കൊളാബറേഷൻ എന്നൊരു അർത്ഥത്തിലാണ് വരുന്നതെങ്കിൽ നൗഫല തെറ്റി. ഞാൻ വീണ്ടും പറഞ്ഞേ, അവിടെ കനൈവൻസ് വരെ കൊളാബറേഷൻ വിത്ത് കൊടുത്തോ. റിലീസ് ഓഫ്, കാരണം അതിൻ്റെ മീനിങ് വേറെയാണ് ഞാൻ പറഞ്ഞില്ലേ. റിലീസ് ഓഫ് ടോക്സിക് ഗ്യാസ് ഇസ് എ റീസൺ ഫോർ ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി in 1984. An interim government was set up before election. He was baffled on receiving the interim order. Many environmentalists say Nishana, says singular allalo, other environmentalist plural say that the usage of D5 is toxic in our future. Toxic to our future. In our future, toxic to. The opposition party is rebuking the government for implementing the KRL project. Lingering stone quarrying in Western Ghats is ominous. Okay. Her alacritic behavior was always
praised by her colleagues. India's standoff in Sikkim is with the advent of China's ominous behavior. Okay. Actor Dileepinte D capital got an interim bail who charged as an accused in the actor abusing case. Okay. Though he faced many impediments in his path, it was his alacrity to succeed in life. Okay. That venda, that avasanta that cut in life. Okay. The dearth of corruption. Dearth of corruption ano? Dearth of corruption free PWD functionally led to bumpy travel route for Keralites. Okay. Interim government came to exist after the vandalization. Okay. Led to his upliftment. Okay. Fine. The government decided to berate the project as the expert panel found it infeasible. Alacrity is required for augmentation of knowledge. Okay. അടുത്ത വാക്ക് പിടിച്ചോ, പോയ്സ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? നൗണായിട്ടും വേർബായിട്ടും പറയും. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ബാലൻസ്, ഇക്വിലിബ്രിയം ഓർ കൺട്രോൾ. അപ്പോൾ അതിന് ബാലൻസ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക, അല്ലെങ്കിൽ ഹോവർ ചെയ്യുക. ഇതൊക്കെ വേർബായിട്ടും പറയും, നൗണായിട്ടും പറയും. കൺട്രോൾ, ബാലൻസ്, ഇക്വിലിബ്രിയം എല്ലാം നൗണാണ്. അതുപോലെ തന്നെ ബാലൻസ്, കൺട്രോൾ ചെയ്യുക, ഹോവർ ചെയ്യുക എന്നുള്ളതൊക്കെ വേർബുമാണ്. ഓക്കെ, യെസ്. അടുത്ത് നോക്കിയേ, പെർസിസ്റ്റന്റ്. പെർസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ടെനേഷ്യസ്, പെർസിവിയറിംഗ്, കണ്ടിന്യൂസ്, കോൺസ്റ്റന്റ് എന്നൊക്കെയാണ് അർത്ഥം. ലാസ്റ്റിംഗ് എന്നൊക്കെയാണ്. പെർസിസ്റ്റന്റ്, ലാസ്റ്റിംഗ് എന്നൊക്കെ പറയും. ലാസ്റ്റിംഗ്, ടെനേഷ്യസ്, പെർസിവറിംഗ്, ഇങ്ങനെ നീണ്ടു നിൽക്കുകയാണ് പെർസിവറിംഗ്. ടെനേഷ്യസ് എന്നൊക്കെയാണ് പെർസിസ്റ്റന്റിന്റെ അർത്ഥം. ഡെർത്ത്, അത് തന്നെ, അതാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ ഒരു പ്രശ്നമുണ്ട്. ഡെർത്ത് എന്ന് പറഞ്ഞാൽ സ്കേഴ്സിറ്റി എന്നല്ല അർത്ഥം. ഡെർത്ത് എന്ന് പറഞ്ഞാൽ സ്കേഴ്സിറ്റി ഓഫ് കറപ്ഷൻ ഫ്രീ. അപ്പോൾ അതിൻ്റെ മീനിങ് ഒന്ന് നോക്കിക്കേ ബില, അവിടെ മീനിങ് മാറിയില്ലേ? ഓക്കെ. Even though it was a bumpy interim job, the alacrity of the boy was commendable. Okay. Bhopal tragedy. Yeah. The person suffering dementia lost his post. Okay. Yeah. So the person suffering from dementia. Get Sitara. The PSC was strongly berated by the rank holders for not issuing advice memo on an effective and timely basis with the stipulated period of validity of the rank list. Okay. He was baffled when he got selected for an interim project. Take a small interim from studies. Okay. He shows alacrity in teaching science. Okay. After the flood, droughts in Kerala seems to be bumpy enough for an adventure. Okay. He is a man of bumpy nature. Okay. Great. Moving on. അടുത്ത വാക്ക് നോക്കടി, ഇനി ഉണ്ടോ? അയ്യോ, ഒരുപാടുണ്ട്, വേഗം വായിച്ചു പോകാം. ഡെൻറ്റ്, നൗൺ വേർബായിട്ട് ഉപയോഗിക്കാം. ഡിപ്രഷൻ, ഒരു കുഴി, ഡിപ്രഷൻ എന്നൊക്കെയാണ് നൗണിൻ്റെ അർത്ഥം. വേർബ് ആയിട്ട് വരും ആൻഡ് കുഴി, അല്ലെങ്കിൽ വേർബായിട്ട് വരും റിഡക്ഷൻ എന്നുണ്ട് നൗണിന്. വേർബായിട്ട് വരുമ്പോൾ ഡിമിനിഷ് ചെയ്യുക, റെഡ്യൂസ് ചെയ്യുക, ലെസൺ ചെയ്യുക എന്നൊക്കെ അർത്ഥമുണ്ട് കേട്ടോ. ഡെൻറ്റ് കഴിഞ്ഞ തവണ നമ്മൾ പറഞ്ഞൊരു വാക്കാണ്, കുറച്ച് നാളായി, ഒരാഴ്ചയിൽ കൂടുതലായി. ഡെഫിസിറ്റ് നമ്മൾ എന്ന് പറയുന്ന വാക്കാണ്. ഷോർട്ട് ഫോൾ, ഷോർട്ടേജ്, ഡെഫിഷ്യൻസി, അണ്ടർ സപ്ലൈ. റോബസ്റ്റ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞാണ്, റോബസ്റ്റ് ആണ് അല്ലേ, നമ്മുടെ പ്രേമ മൂവിയിൽ. സ്ട്രോങ് ആണ്, വിഗറസ് ആണ്, സ്റ്റേർഡി ആണ്, അല്ലെങ്കിൽ റിച്ച് ആണ്. ഫുൾ ഓഫ്, അതാണ് റോബസ്റ്റ്. ഫുൾ ഓഫ്, റിച്ച്, ഫ്ലേവർഫുൾ, നിറച്ച്. ഓക്കെ, ഫ്ലേവർഫുൾ മൊത്തത്തിലൊരു പോസിറ്റീവ് മീനിങ് ആണ് റോബസ്റ്റിന്. അടുത്ത വാക്കാണ് അൽബെയ്റ്റ്. അൽബെയ്റ്റ് ഇസ് എ കൺജങ്ഷൻ. മീനിങ് ഇതാണ്, ദോ, അല്ലെങ്കിൽ ഓൾദോ, ഈവൻ ദോ, വൈൽ, വെറാസ് ഒക്കെ ഈ യൂസേജ് വരുമ്പോൾ വൈൽ എന്ന് പറയുന്നത് നമ്മുടെ അഡ്വർബായിട്ടോ യൂസ് ചെയ്യുന്നത്, ആ അർത്ഥത്തിൽ അല്ലെങ്കിൽ വേറാസ് ഒക്കെ ഉപയോഗിക്കുന്നത്. കോഹസിവ് ഡിവൈസ് ആയിട്ട് ഉപയോഗിക്കുകയാണ് കേട്ടോ എൽബീറ്റ്. അല്ലെങ്കിൽ നമ്മൾ പറയല്ലേ അഡ്മിറ്റഡ്ലി, സർപ്രൈസിംഗ്ലി എന്നൊക്കെ നമ്മൾ പറയുന്ന കോഹസിവ് ഡിവൈസിൽ അങ്ങനെ ഉപയോഗിക്കാൻ പറ്റിയൊരു ബെസ്റ്റ് വേർഡാണ് അൽബീറ്റ്, ദോ, ഇങ്ങനെയാണെങ്കിലും എന്നുള്ള അർത്ഥം. അടുത്താണ് ബ്രേസ്. നൗണായിട്ടും വേർബായിട്ട് ഉപയോഗിക്കാം. സപ്പോർട്ട്, ബട്രസ്, സ്ട്രെങ്തൻ, ഫോർട്ടിഫൈ, ബോൾസ്റ്റർ, പ്രിപ്പയർ. നൗണായിട്ട് ഉപയോഗിക്കുക. ബ്രേസ് ഒരു നൗണാണ്. ബ്രേസ് എന്ന് പറഞ്ഞാൽ ഒരു കുടുക്ക്, സപ്പോർട്ട് എന്നൊക്കെയാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ അത് നൗണായിട്ട് ഉപയോഗിക്കുമ്പോൾ ശരിക്കും അതിനൊരു ഇതുണ്ട്, ബ്രേസ് ഉണ്ട് എന്ന് പറയില്ലേ, അതാണ്. എന്നാൽ സപ്പോർട്ട് എന്നൊരു നൗണും ഉണ്ടേ. അതുപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ നമ്മൾ വേർബായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഓക്കെ, ക്ലിയർ? അടുത്തോട്ട് പോട്ടോ. കണ്ടിന്യൂസ് ഹ്യൂമൻ ഇൻ്റർവെൻഷൻ ടുക്ക് നേച്ചേഴ്സ് അല്ലല്ല, അതിനു മുമ്പ് കുറേ ഉണ്ടല്ലേ. കുറേ ഉണ്ടല്ലോ. ഓക്കെ. Persistent hard work leads to success in competitive examinations. APJ Abdul Kalam's alacrity towards flying made him pursue aeronautical engineering. An interim audit is done in companies. Josmon Murali's nephew had great alacrity to unleash his uncle superpowers. Okay. Continuous human intervention took off nature's poise. Okay.
The persistent class of into ma'am improving our അപ്പോൾ എന്ത് കൊടുക്കണം ഈസ് ഇംപ്രൂവിങ് അവർ വൊക്കാബുലറി. അവിടെ മെയിൻ വെർബ് എവിടെ അല്ലേ, ഓക്സിലറി വെർബ് എവിടെ am. Thank you so much. Okay, the student is persistent in his studies. Okay, persistent efforts leads to a successful career. Okay, her father berates him അല്ലെങ്കിൽ berated him. ഒന്നെങ്കിൽ പാസ്റ്റ് ടെൻസ് കൊടുത്തോ, അല്ലെങ്കിൽ എന്ത് കൊടുക്കണം, സാദിഫ് എന്ത് കൊടുക്കണം, ഫാദർ എന്നൊരു സിംഗുലർ ആണ്, അപ്പോൾ സിംഗുലർ വെർബ് കൊടുക്കുക, berates him. ഓക്കെ കൊടുക്കുക കേട്ടോ. The surge in COVID cases has created കേട്ടോ. surge ആണ് അവിടുത്തെ നൗണ്, അപ്പോൾ surge is singular, അപ്പോൾ have അല്ല വേണ്ടത്, has ആണ്. Attendant Indian economy, yes. Depression in പറയാം, correct. It was a bumpy trip. Okay, cerebellum helps to maintain poison body. The persistent efforts always bring fruitful results. Okay, great. അടുത്ത് നോക്കാം, അടുത്ത വാക്കിലോട്ട് പോകുവാണെങ്കിൽ സാങ്ഷൻ ചെയ്യുക എന്നുള്ള കേട്ടിട്ടില്ലേ നമ്മൾ. സാങ്ഷൻ എന്ന നൗണിൻ്റെ മീനിങ്, നൗൺ ആൻഡ് വേർബ് ഉണ്ട്. സാങ്ഷൻ എന്ന നൗണിന് പോസിറ്റീവ് മീനിങ് ഉണ്ട്, നെഗറ്റീവ് മീനിങ് ഉണ്ട്. ഒന്ന് പെനൽറ്റി അല്ലെങ്കിൽ പണിഷ്മെൻറ്റ്, പെനൽറ്റി അല്ലെങ്കിൽ പണിഷ്മെൻ്റ് എന്നൊരു അർത്ഥമുണ്ട്, അല്ലെങ്കിൽ ഓതറൈസേഷൻ, കൺസെൻറ്റ് എന്നൊരു മീനിങ് ഉണ്ട്. ഓക്കെ, അപ്പോൾ വേർബായിട്ട് വരുമ്പോൾ പെർമിറ്റ് ചെയ്യുക, ഓതറൈസ് ചെയ്യുക എന്നൊരർത്ഥമുണ്ട് അല്ലേ. അതേപോലെ വേർബായിട്ട് വരുമ്പോൾ അതിന് പണിഷ് ചെയ്യുക എന്നൊരർത്ഥമുണ്ട്. വേർബായിട്ട് വരുമ്പോൾ പണിഷ് ചെയ്യുന്ന അർത്ഥമുണ്ട് അല്ലേ, ആ അർത്ഥമുണ്ട്, ഓർത്ത് വെച്ചോളാം. പണിഷ്മെൻറ്റ്, പെനൽറ്റി നൗണാണ്, ഓതറൈസേഷൻ നൗണാണ്, കൺസെൻറ്റ് നൗണാണ്. അപ്പോൾ വേർബായിട്ട് വരുമ്പോൾ പണിഷ് ചെയ്യുക, ഓതറൈസ് ചെയ്യുക, പെർമിറ്റ് ചെയ്യുക എന്നൊക്കെ ഉണ്ട്, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അടുത്ത ഇനോക്കുലേഷൻ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇമ്മ്യൂണൈസേഷൻ, വാക്സിനേഷൻ, ഇൻജെക്ഷൻ, ജാബ് നൗൺ. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ കോവിഡ് കേസുകളെ പറ്റിയുള്ളത് എപ്പോഴും പറയുന്നതല്ലേ. അടുത്താണ് ബുള്ളിഷ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്നറിയോ? ബുള്ളിഷ് നെഗറ്റീവ് മീനിങ് അല്ല കേട്ടോ, വെരി മച്ച് പോസിറ്റീവ് മീനിങ് ഉള്ള വാക്കാണ് ബുള്ളിഷ്. ബുള്ളിയായിട്ട് ഒരു ബന്ധമില്ല. ബുള്ളിഷ് മീൻസ് ഓപ്റ്റിമിസ്റ്റിക്, ശുഭാപ്തി വിശ്വാസത്തോടെ, ഹോപ്പ്ഫുൾ, ബോയൻറ്റ് ഓർ പോസിറ്റീവ്. ഓക്കെ, അടുത്താണ് ടോപ്സി ടർവി. എപ്പോഴും ഇറ്റ് വാസ് എ ടോപ്സി ടർവി ടേൺ എന്നൊക്കെ പറയില്ലേ. ടോപ്സി ടർവി എന്ന് പറഞ്ഞാൽ അപ്സൈഡ് ഡൗൺ, മൊത്തത്തെ തലകുത്തി മറിയുന്ന. അഡ്വേർബായിട്ട് ഉപയോഗിക്കാം, അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കാം, നൗൺ ആയിട്ട് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ അപ്സൈഡ് ഡൗൺ, ഇൻവേർട്ടഡ് അല്ലെങ്കിൽ അപ്സെറ്റ്. That created a topsy-turvy in our society. ഒരു ടോപ്സി ടർവി, ഒരു മൊത്തത്തിലൊരു പ്രശ്നം ഉണ്ടാക്കി എന്ന് പറയില്ല, അതാണ് ടോപ്സി ടർവി. നൗണായിട്ട് ഉപയോഗിക്കാം കേട്ടോ, അതാ പറഞ്ഞു വരുന്നത്. അടുത്താണ് ഡിബിലിറ്റേറ്റ്. ഇന്നലെയും ഡിസ്കസ് ചെയ്ത അതേ വാക്കാണ് ഡിബിലിറ്റേറ്റ്, ഇന്നും ഉണ്ട് കേട്ടോ. എക്കണോമിയെ പറ്റി പറയുന്നതാണ്. വീക്കൻ, enfeeble, devitalize, innovate, debilitate കേട്ടോ, ഓർത്ത് വെച്ചോണം. ഡിബിലിറ്റേറ്റ്, വീക്കൻ, enfeeble, devitalize, innovate ഇന്നലത്തെ വാക്കാം. Alright, അടുത്ത് നോക്കട്ടെ. Persistent efforts must be made to bring back the bumpy economy. Albeit his failures, he succeeded at last to everyone's astonishment. Okay, albeit he is a good man, but അവിടെ തെറ്റിയില്ലേ, അവിടെ ബട്ട് വേണ്ട. Albeit he is a good man, sometime he loses ആ ബട്ടിൻ്റെ ആവശ്യമില്ല അവിടെ. Okay, I need financial brace from my family for the start of business. Okay, alacrity of the students to learn and relearn brings success. Okay, അടുത്തത് Adrian Luna was a great addition to Kerala Blasters FC, albeit a late one. Okay, don't try to dent me. Okay, yes, Gandhiji Gandhijiയുടെ capital വേണേ, brace ideology of non-violence and advised his fellow beings to follow his ideals as he believed it will cherish them with the fruits of independence കേട്ടോ, അവിടെ വിത്ത് വേണം. Although he was robust enough, he couldn't defeat his enemy. Okay, the recent sanction on China by USA can culminate in a Cold War. Yeah, an image formed in our eyes is real and topsy-turvy. Okay, great. He is robust now as he has won the lottery. Okay, I'm bullish about my future. Great, I'm bullish too. Moving on. അപ്പോൾ ഇന്നത്തെ എഡിറ്റോറിയലിലോട്ട് പോകാം. വേഗം ഒരു തംസപ്പ് ഇട്ടോ. ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട് പീപ്പിൾ. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് വിട്ടോ. ഇത്രയും പേര് ലൈവിൽ ഉണ്ടായിട്ടേ ഒരു ലൈക്ക് ഇടാൻ എന്ത് മടിയാന്ന് നോക്കിയേ. വാട്ട് ഇസ് ദിസ് പീപ്പിൾ? ഞാൻ ഒരു ഗ്യാപ്പ് പോലും കൊടുക്കുന്നില്ല സംസാരിക്കുമ്പോൾ. അമ്മാതിരി സെൻറ്റൻസ് വായിച്ചുകൊണ്ടിരിക്കുക. എന്നോട് നിങ്ങൾക്കൊരു സ്നേഹമില്ലല്ലോ. സ്നേഹമൊക്കെ വേണ്ട പിള്ളേരെ. ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട് വിത്ത് എഡിറ്റോറിയൽ. ഇന്നത്തെ എഡിറ്റോറിയൽ മെസ്സേജ് ഫ്രം മുംബൈ. അപ്പം മുംബൈയിൽ നിന്നൊരു മെസ്സേജാണ്. എന്താ മുംബൈയിൽ നിന്ന് നമുക്കുള്ള മെസ്സേജ് നോക്കാം. ഞാൻ പറഞ്ഞില്ലേ ഇന്ന് പറഞ്ഞ കുറച്ചുകൂടെ രസകരമായ 2 ആർട്ടിക്കിളുണ്ട്. ഇറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് വൺ. അത് നമുക്ക് നോക്കാം. 2 ആർട്ടിക്കിളും ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് വേർഡ്സ് ഉള്ള, ഒരുപാട് ഫ്രേസസ് ഉള്ള ആർട്ടിക്കിളാണ്. നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ മെസ്സേജ് ഫ്രം മുംബൈ എന്താ നോക്കാം. ഓൺലൈൻ മോബ്സ് സ്പ്രെഡിങ് ഹെയ്റ്റ് ഷുഡ് ബി അലൗഡ് ടു കണ്ടിന്യൂ ദെയർ വർക്ക് വിത്ത് ഇംപ്യൂണിറ്റി. അപ്പോൾ എന്താ പറയണ്ടേ, ഓൺലൈൻ മോബ് ഒരുപാടുണ്ട് അല്ലേ. ഓൺലൈൻ മോബ്സ് ഉണ്ട്, ക്രൗഡ് ഒരുപാടുണ്ട്.
ഫേസ്ബുക്കിലും അതുപോലെ ഇൻസ്റ്റഗ്രാമിലും ഒക്കെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് ട്വിറ്ററിലൊക്കെ ഉള്ള ഒരുപാട് ആൾക്കാരുണ്ട്. നമുക്ക് ഏറ്റവും ഫേമസ് ആയിട്ട് നമ്മുടെ ഇന്ത്യയിൽ ട്വിറ്റർ, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്കിലൊക്കെയാണ് കിടന്ന് ഇങ്ങനെ പബ്ലിക്കായിട്ട് സോഷ്യൽ മീഡിയ പേജസിലൊക്കെ അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളവർ എന്ത് ചെയ്യണം? സ്പ്രെഡിങ് ഹെയ്റ്റ്, അവർ ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യാണ്. ഷുഡ് നോട്ട് ബി അലൗഡ് ടു കണ്ടിന്യൂ. ദെൻ ഷുഡ് നോട്ട് ബി, അവരെ അലൗ ചെയ്യരുത് ടു കണ്ടിന്യൂ വിത്ത് ദെയർ വർക്ക്. അവരുടെ വർക്ക് കണ്ടിന്യൂ ചെയ്യാൻ സമ്മതിക്കരുത് വിത്ത് ഇംപ്യൂണിറ്റി. അവർക്ക് അതിനുള്ള ലൈസൻസ് കൊടുക്കരുത്. മനസ്സിലായോ? അവരവരുടെ വർക്ക് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ അലൗ ചെയ്യരുത് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ ഒരുപാട് ഉണ്ട് ഓൺലൈനിൽ ആൾക്കാർ ക്രിട്ടിസൈസ് ചെയ്ത് മറ്റുള്ളവരായിട്ട് വഞ്ഞിക്കിടാൻ വേണ്ടിയിട്ട് ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്കെതിരെയാണ് ഇവിടെ പറയുന്നത്. നമുക്ക് നോക്കാം എന്താണെന്ന് പറയുന്നത് നോക്കാം കേട്ടോ. The purveyors of hate, misogyny and xenophobia have been on a boundless revelry in India, online and offline, with near total impunity and often sometimes with support from politicians and the police. First sentence okay, opening sentence okay, brilliant sentence. Brilliant sentence means brilliant sentence. ഒന്ന് നോക്കിയേ കേട്ടോ, അതൊന്ന് കൃത്യമായിട്ട് നോക്കി പോകണം. ഇതൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം, എക്സാമിന് എഴുതാം കേട്ടോ. In the midst of such pervasive policy apathy, the swift action by the Mumbai police in tracing and arresting 3 persons linked to the latest incident involving a fake online auction of Muslim women gives hope that all is not lost. The Mumbai police action also contrasts with the നോക്കാം എന്താണ്. അപ്പോൾ പർവേയേഴ്സ്, സെല്ലേഴ്സ് അല്ലെങ്കിൽ പ്രൊവൈഡേഴ്സ് അല്ലേ, പ്രൊവൈഡേഴ്സ് ആണ് ഹെയ്റ്റ് ഇങ്ങനെ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുക എല്ലാവരിലോട്ടും. അപ്പോൾ പർവേയേഴ്സ് എന്ന് പറഞ്ഞാൽ സെല്ലേഴ്സ് ആകാം, വെൻഡേഴ്സ് ആകാം, പ്രൊവൈഡേഴ്സ് ആകാം. പ്രൊവൈഡേഴ്സ് എന്തൊക്കെയാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് അവർ തരുന്നത്? ഹെയ്റ്റ്, നല്ല നല്ല കുറച്ച് ഇൻഗ്രീഡിയൻസ് തരുന്നുണ്ട്. ഒന്ന് ഹെയ്റ്റ്, അടുത്തത് മിസോജിനി, സ്ത്രീ വിരുദ്ധത, ആൻഡ് മറ്റ് കൺട്രീസിലുള്ളവരുടെ വെറുപ്പ്, സെനോഫോബിയ എന്നുള്ള പർവേയേഴ്സ് എന്ന് പറയുന്നവർ ലിമിറ്റ്ലെസ് ആണ്. ദേ ആർ അൺലിമിറ്റഡ്. അവരുടെ അൺലിമിറ്റഡ് സെലിബ്രേഷൻ ആണ്. റെവൽറി, സെലിബ്രേഷൻ, പാർട്ടിങ് അല്ലേ. അവരങ്ങനെ അർമാദിക്കുവാണ്, അതാണ് പറയുന്നത്. അവർ അർമാദിക്കുക സോഷ്യൽ മീഡിയയിലും അല്ലാതെയും, ഓൺലൈൻ ആൻഡ് ഓഫ് ലൈൻ. ബൗണ്ട്ലെസ്, അൺലിമിറ്റഡ് അല്ലേ. അൺലിമിറ്റഡ് സെലിബ്രേഷൻ ആണ് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നടക്കുന്നത്. വിത്ത് ടോട്ടൽ ഇംപ്യൂണിറ്റി, ടോട്ടൽ എക്സംപ്ഷൻ കേട്ടോ. അപ്പോൾ എന്താ അവർക്ക് ലൈസൻസ് വിത്ത് ടോട്ടൽ ലൈസൻസ്, ഒരു പ്രശ്നവും അവർക്ക് അതിന് എക്സംപ്ഷൻ, അവർക്ക് മാത്രം അതിൽ ഇളവ് ചെയ്ത് കൊടുക്കും. അവർക്ക് ലൈസൻസ് ഉണ്ട്, എന്തും ചെയ്യാം അല്ലേ, എന്തും ചെയ്യാം. മറ്റുള്ളവരിലോട്ട് ഹെയ്റ്റ് ഇടാം, കുറച്ച് വേണമെങ്കിൽ ഹെയ്റ്റ് ഇടാം, കുറച്ച് ഹെയ്റ്റ് പിടിച്ചോ. ദ മിസോജിനി, ദ xenophobia, അങ്ങനത്തെ ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ. ഓക്കെ. ആൻഡ് ഓഫൻ ഒക്കേഷൻസ്, ടൈംസ് എന്ന് പറയുന്ന സമയമല്ല കേട്ടോ, ഒക്കേഷൻ അവസരങ്ങൾ, വിത്ത് സപ്പോർട്ടാണ് കിട്ടുന്ന. ആരിൽ നിന്നാ സപ്പോർട്ട്? പൊളിറ്റീഷ്യൻസ് അല്ലേ. അതങ്ങനെയാണല്ലോ, പൊളിറ്റീഷ്യൻസിൽ നിന്നും പോലീസിൽ നിന്നും ഇങ്ങനെയുള്ളവർക്കൊക്കെ സപ്പോർട്ട് കിട്ടും. ശരിക്കും കുറച്ചുകൂടി ഇട്ട് കൊടുത്തോ അല്ലേ. നമ്മൾ തീ ഇട്ട് കൊടുക്കുന്നു, പൊളിറ്റീഷ്യൻസും പോലീസും. അതാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ അതിനെപ്പറ്റി നോക്കാം. ആൻഡ് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് സച്ച് പെർവേസീവ് പോലീസ് അപ്പതി, പോലീസ് ഇതിനെ കൈകാര്യം ചെയ്യുന്ന പോലില്ല. പോലീസ് ഇതിൻ്റെ ഇടയിൽ, മിഡിൽ ഓഫ് എവിടെയാണ് ഓർക്കണം കേട്ടോ. ഇതൊക്കെ കൊഹസീവ് ഡിവൈസ് ആണ്. നിങ്ങൾ ഇതൊക്കെ എക്സാമിന് എഴുതുമ്പോൾ ഓർക്കണം. അതിനുവേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഹൈലൈറ്റ് ചെയ്യുന്ന ഈ കാര്യങ്ങൾ. ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ഇതുപോലത്തുള്ള പെർവേസീവ് ആയിട്ടുള്ള, കണ്ടിന്യൂസ് ആയിട്ടുള്ള, എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള അപ്പതി, നിർവികാരത, പോലീസിന്റെ നിർവികാരത. ആൻഡ് ഓർക്കണം, ദ സ്വിഫ്റ്റ് ആക്ഷൻ, ആ സമയത്ത് അതിൻ്റെ ഇടയിൽ പോലും പോലീസ് അപ്പതി, ഇങ്ങനെ ഒരു നെഗറ്റീവായ പോലീസ് അപ്പതിൻ്റെ ഇടയിൽ പോലും മുംബൈ പോലീസിനെ കണ്ട് നമ്മൾ പഠിക്കണം. ബിക്കോസ് അവരെ കണ്ടുപിടിക്കുക. ദ സ്വിഫ്റ്റ് ആക്ഷൻ, ക്വിക്ക് ആക്ഷൻ, പെട്ടെന്ന് ആക്ഷൻ എടുത്തു. മുംബൈ പോലീസ് ക്വിക്ക് ആക്ഷൻ എടുത്തു. മുംബൈയിൽ നിന്ന് നമുക്ക് മെസ്സേജ് കിട്ടാൻ പറയുന്നതാ. ഇൻ ട്രേസിംഗ് ആൻഡ് അറസ്റ്റിംഗ്, ട്രേസ് ചെയ്യാനും അറസ്റ്റ് ചെയ്യാനും. ആരെയാണ്? 3 ആൾക്കാരെ അവർ ട്രേസ് ചെയ്ത് അറസ്റ്റ് ചെയ്തു. ഈ 3 ആൾക്കാരുടെ പ്രത്യേകത എന്താ വെച്ചാൽ, ഇവർ ലിങ്ക് ചെയ്യപ്പെട്ട, കണക്റ്റഡ് ആണ്. ഒരു ലേറ്റസ്റ്റ് ഇൻസിഡന്റ് ഉണ്ട്. ഒരു ഫേക്ക് ഓൺലൈൻ ഓപ്ഷൻ നടന്നായിരുന്നു, മുസ്ലിം വിമൻ, ഇതുമായിട്ട് ഓപ്ഷൻ ഓഫ് മുസ്ലിം വിമൻ. അവരെ പിടിച്ചു, അവർ പെട്ടെന്ന് ട്രേസ് ചെയ്ത് അറസ്റ്റ് ചെയ്തു. അപ്പോൾ അത് നമുക്കൊരു ഹോപ്പാണ്. ഓൾ ഇസ് നോട്ട് ലോസ്റ്റ്, എല്ലാം പോയിട്ടില്ല മക്കളെ, എല്ലാം പോയിട്ടില്ല. ഇപ്പോഴും വി ഹാവ് എ റേ ഓഫ് ഹോപ്പ് എന്നാണ് പറയുന്നത്. ദ മുംബൈ പോലീസ് ആക്ഷൻ, മുംബൈ പോലീസിന്റെ ആക്ഷൻ എന്ന് പറയുമ്പോൾ അതൊരു കോൺട്രഡിക്ടറി ആയിട്ട് വരികയാണ്. കോൺട്രാസ്റ്റ് വിത്ത് ദി ആരുമായിട്ട്? ദ ഇനാക്ഷൻ ഓഫ് ഡൽഹി പോലീസ്. ഇതാ പ്രശ്നം. മുംബൈയിൽ അടിപൊളിയായിട്ട് നടന്നപ്പോൾ ഡൽഹി പോലീസ് എന്തായി? ഇനാക്ഷൻ, പാസിവിറ്റി. Who come under the Union Home Ministry and the Noida Police in Uttar Pradesh, a BJP-ruled state, in similar cases last year. Whether the 3 arrested were indeed the creators of the app remained a question of investigation, and the limited police version at the moment is that they were promoting the platform at a minimum. The commissioner of the Mumbai Police has said the probe is continuing and anyone involved in the crime directly or indirectly will be arrested and prosecuted. It is delicious irony that Mumbai Police reports to the Maharashtra. പറഞ്ഞു വരുന്നതിലോട്ട് പോകാം. അപ്പോൾ പറഞ്ഞു വരുന്നതാണ്,
എന്നാൽ ഡൽഹി പോലീസിന്റെ ഇനാക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് അത് കോൺട്രാഡിക്ടറി ആയിട്ട് കോൺട്രാസ്റ്റ് ആയിട്ട് അതിന് വിരുദ്ധമായിട്ട് ഡൽഹി പോലീസിനെ നോക്കുവാണെങ്കിൽ അവിടെ പാസിവിറ്റി നമുക്ക് കാണാൻ പറ്റും. ഇത് യൂണിയൻ ഹോം മിനിസ്ട്രിയുടെ കീഴിൽ വരുന്ന സെൻട്രൽ അല്ലേ ആണല്ലോ, നമുക്കറിയാം നമ്മുടെ ഇന്ത്യയുടെ ഇതാണ് തലസ്ഥാന നഗരി. അതുപോലെ നോയിഡ പോലീസ് ഉത്തർപ്രദേശിന്റെ കീഴിൽ വരുന്ന നോയിഡ പോലീസും നമ്മൾ ഓർത്തു വെക്കണം. ഇവരും ഇതുപോലെ തന്നെ കഴിഞ്ഞ വർഷം കേസുകൾ വന്നപ്പോൾ ഇങ്ങനെയാണ്. അവിടെ നോയിഡ പോലീസ് BJP റൂളിന്റെ കീഴിലുള്ളതും യൂണിയൻ ഹോം മിനിസ്ട്രിയുടെ കീഴിലാണ് ഡൽഹി പോലീസും. രണ്ടിടത്തും സിമിലർ കേസ് കഴിഞ്ഞ വർഷം വന്നായിരുന്നു. ഇവിടേക്ക് ഈ മൂന്നിടത്തും നോക്കുവാണെങ്കിൽ വൈൽ ദ 3 അറസ്റ്റഡ്, ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട 3 പേരില്ലേ നമ്മൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു വന്നത്, അവർ എന്താ ആപ്പ് ക്രിയേറ്റ് ചെയ്തവരാണോ എന്നുള്ളതൊരു സംശയമായിട്ട് നിൽക്കുവാണ് കേട്ടോ. ഇപ്പോഴൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. അതിന്റെ ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ലിമിറ്റഡ് പോലീസ് വേർഷൻ ആണോ ഉള്ളൂ നമുക്കിപ്പോൾ തൽക്കാലത്തേക്ക്. ഇവരാണ് നമ്മുടെ പ്ലാറ്റ്ഫോം ഒന്ന് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു, പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പം നമുക്കറിയത്തില്ല ഇവർ ഇതിന്റെ ക്രിയേറ്റേഴ്സ് ആണോ എന്ന് അറിയത്തില്ല. പക്ഷെ പോലീസ് പറയുന്നു, മുംബൈ പോലീസ് കൃത്യമായിട്ട് എടുത്ത് പറയുന്നുണ്ട്, ഇൻവെസ്റ്റിഗേഷൻ അനുസരിച്ച് അവർ പറയുന്നു ഇൻവെസ്റ്റിഗേഷൻ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുവാണ്. അതുകൊണ്ട് തന്നെ ആരൊക്കെ ഇതിൽ ഇൻവോൾവ് ചെയ്തിട്ടുണ്ടോ, ഈ ക്രൈമിൽ ഇൻവോൾവ് ചെയ്തിട്ടുണ്ടോ, അവരെല്ലാം ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ, നിങ്ങൾ ഇൻഡയറക്റ്റ് ആയിട്ടാലും ഇൻവോൾവ്മെന്റ് ഉണ്ടെങ്കിൽ അവരെ നമ്മൾ അറസ്റ്റ് ചെയ്തിരിക്കും, അവരെ പ്രോസിക്യൂട്ട് ചെയ്തിരിക്കും എന്നാണ് മുംബൈ പോലീസ് പറയാം. എന്നാൽ അതേസമയത്ത് ഒരു ഐറണി എന്ന് പറയുന്നത്, ഈ മുംബൈ പോലീസ് റിപ്പോർട്ട്സ് ടു മഹാരാഷ്ട്ര ഗവൺമെന്റ് ലെഡ് ബൈ ശിവസേന ലീഡ് ചെയ്യുന്ന മഹാരാഷ്ട്ര ഗവൺമെന്റിനോട് റിപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് വേറൊരു കാര്യം. ലോങ് അക്യൂസ്ഡ് ഓഫ് സെനഫോബിക് പൊളിറ്റിക്സ്. ഈ ശിവസേനയെ പറ്റി നമുക്കറിയാം. ശിവസേനക്കാരുടെ പ്രത്യേകത എന്താ, ഞാൻ ക്രിട്ടിസൈസ് ചെയ്യില്ല, പൊളിറ്റിക്കൽ നമുക്കറിയാം. ശിവസേനക്കാരുടെ പ്രത്യേകത വെച്ചാൽ അവർ സെനഫോബിക് ആണ്. ദേ ഡോണ്ട് ലൈക്ക് അതർ പീപ്പിൾ ഫ്രം അനദർ കൺട്രി. അതാണ്. അപ്പോൾ ദേ ആർ അക്യൂസ്ഡ് ഓഫ്, ഞാനേ പറഞ്ഞ കാര്യം ഒന്ന് ശ്രദ്ധിക്കണേ, അക്യൂസ്ഡ് ഓഫ്, ഫിക്സഡ് പ്രിപ്പോസിഷൻ, അക്യൂസ്ഡ് ഓഫ്, ചാർജ്ഡ് വിത്ത്. കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, ഓർത്ത് വെച്ചോണേ. അക്യൂസ്ഡ് ഓഫ്, ഇവരെ നമ്മൾ അക്യൂസ് ചെയ്യപ്പെടുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? അവർക്ക് ഈ പറയുന്ന മറ്റു രാജ്യക്കാരോടുള്ള ഇത് താല്പര്യക്കുറവുണ്ട്. മുംബൈ പോലീസ് were also quick to act in an earlier case involving threats to cricketer Virat Kohli for standing up for his Muslim teammate. നോക്കേ, അപ്പോൾ ഇത് നിങ്ങൾക്ക് എക്സാമ്പിൾ ആയിട്ട് ഇങ്ങനത്തെയുള്ള കേസുകളുടെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് എഴുതാം. ഈ പോലീസിന്റെ നല്ല കാര്യത്തെ പറ്റി പോസിറ്റിവിറ്റി എഴുതാൻ നിങ്ങൾക്ക് മുംബൈ പോലീസിന് എടുത്ത് പറയാം. മുംബൈ പോലീസിന് ഒരു കാര്യം നമ്മളിപ്പോൾ പറഞ്ഞു, മുസ്ലിം വിമന്റെ ഓപ്ഷനെ പറ്റിയുള്ള ഒരു ഫ്രോഡ് നടന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ മുംബൈ പോലീസ് വേഗം ക്വിക്ക് ആക്ഷൻ എടുത്ത് എപ്പോഴാണ്, വിരാട് കോഹ്ലിക്കെതിരെ ഒരുപാട് ത്രെറ്റ്സ് വന്നിരുന്നു. എന്തിനാ? അദ്ദേഹം ഡിഫെൻഡിങ് ഹിസ് മുസ്ലിം ടീംമേറ്റ്. അദ്ദേഹത്തിന്റെ മുസ്ലിം ടീംമേറ്റിനെ ഡിഫെൻഡ് ചെയ്തതിന് അദ്ദേഹത്തിന് ഒരുപാട് ക്രിറ്റിസിസം വന്നു. ഇന്ത്യ അങ്ങനെയാണല്ലോ, ക്രിറ്റിസിസം വരുമല്ലോ, അതുകൊണ്ട് വന്നിരുന്നു. അപ്പോൾ സ്റ്റാൻഡ് അപ്പ് ഫോർ എന്ന് പറഞ്ഞാൽ ഡിഫെൻഡ് ചെയ്യാം, അതാണ്. അപ്പോൾ മുസ്ലിം ടീംമേറ്റിനെ ഡിഫെൻഡ് ചെയ്തുകൊണ്ട് ക്രിറ്റിസിസം വന്നു. അതിനെതിരെയും പെട്ടെന്ന് മുംബൈ പോലീസ് കേസ് എടുത്തു. അപ്പോൾ 2 കാര്യമാണ് നമ്മൾ നോട്ട് ചെയ്ത് മുംബൈ പോലീസിനെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യം ഓർത്ത് വെച്ചു. ഒന്നിത്, ആൻഡ് അടുത്തത് നമ്മുടെ ഏതാണ് പറഞ്ഞത്, ഇത് നമ്മുടെ കേസ് പറഞ്ഞല്ലോ, ഓപ്ഷനെ പറ്റി 2 കാര്യം ഒന്ന് നോട്ട് ചെയ്ത് പോകണം കേട്ടോ. ഈ 2 കാര്യം നോട്ട് ചെയ്യാം. ആൻഡ് മൂവിങ് ഓൺ ടു നെക്സ്റ്റ് പാരഗ്രാഫ്. അടുത്ത പാരഗ്രാഫിലോട്ട് പോവാം. ലെറ്റ്സ് സീ. ഇറ്റ് ഈസ് ഇൻഡീഡ് ബാഫ്ലിംഗ് ദാറ്റ് ദി ഡൽഹി പോലീസ് that is expected to play a critical role in securing the lives of all important functionaries of the country threw their hands up when faced with the challenge of identifying some random imposters on social media. Such a level of incompetence or connivance is ominous. The Delhi police say they have നോക്കാം. അപ്പോൾ പറയുന്നത് എന്താ വെച്ചാൽ, ഇനി നമുക്ക് ഡൽഹി പോലീസിനെ മുംബൈ പോലീസിനെ കണ്ട് പഠിക്കണം, പോസിറ്റിവിറ്റി കാര്യങ്ങളൊക്കെ പറ്റിയൊക്കെ പറഞ്ഞെങ്കിലും അതിന്റെ ഡിഫറൻസിനെ പറ്റി അനലൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത പാരഗ്രാഫിലോട്ട് വരുമ്പോൾ പറയുന്നത് ഡൽഹി പോലീസിന്റെ പ്രോബ്ലത്തെ പറ്റിയാണ് പറയുന്നത്. ഇറ്റ്സ് കൺഫ്യൂസിങ്. നമ്മളെ ആ കൺഫ്യൂഷൻ അടുപ്പിക്കുന്ന ഒരു കാര്യമാണ് ഡൽഹി പോലീസിന്റെ കാര്യം. എന്താന്ന് വെച്ചാൽ, നമ്മുടെ ഡൽഹി പോലീസാണ് ശരിക്കും എന്ത് ചെയ്യേണ്ടത്, ക്രിട്ടിക്കൽ റോൾ അനുസരിച്ച് ചെയ്യേണ്ടത് എന്താ, എല്ലാ ഫംഗ്ഷനറീസ്, എല്ലാ ഒഫീഷ്യൽസിന്, കൺട്രിയിലെ എല്ലാ ബ്യൂറോക്രാറ്റ്സിന്, അല്ലേ, ബ്യൂറോക്രാറ്റ്സ്, ശ്രദ്ധിക്കണേ, സ്പെല്ലിങ് BUREAUCRATS, ബ്യൂറോക്രാറ്റ്സ് ഓഫ് ദ കൺട്രി. അവരെ സപ്പോർട്ട് ചെയ്യേണ്ടത്, സെക്യൂർ ചെയ്യേണ്ടത്, സേഫ് ഗാർഡ് ചെയ്യേണ്ടത് പോലീസാണ്, ഡൽഹി പോലീസാണ്. അവർ കയ്യിൽ ത്രൂ ദ ഹാൻഡ്സ് അപ്പ് അവർ ഷോസ് ഹെൽപ്ലെസ്നെസ്, അവർ എക്സ്പ്രസിങ് ഹെൽപ്ലെസ്നെസ്. ഇപ്പോൾ ഹെൽപ്ലെസ്നെസ് എക്സ്പ്രസ് ചെയ്യാന്ന് പറയുമ്പോൾ അത് നല്ലൊരു കാര്യമാണ്. ഇറ്റ്സ് റിയലി ബാഡ്, അല്ലേ? ഹെൽപ്ലെസ്നെസ് കാണിക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് കാണിക്കും. പോലീസുകാർ തന്നെ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ സാധാരണക്കാരെ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് റാൻഡം ഇമ്പോസ്റ്റേഴ്സ് സോഷ്യൽ മീഡിയ വന്ന് ഇങ്ങനെ പാർട്ടിങ് ചെയ്യുമ്പോൾ, അവർ ചലഞ്ച് ചെയ്യുമ്പോൾ, അവരോട് ഇത് കാണിക്കാൻ പോലീസിന് പറ്റുന്നില്ല എങ്കിൽ, അവരെ പിടിക്കാൻ പോലീസിന് പറ്റുന്നില്ല, കൈയൊഴിയുവാണെങ്കിൽ, that is bad, that is really bad. അതുപോലെ തന്നെ ഈ ഇൻകോമ്പീറ്റൻസ്, നമ്മുടെ പോലീസിന്റെ
എന്താണ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ, ഹെൽപ്ലെസ്സസ് ആയിട്ട് വെറുതെ ഇരിക്കുന്ന ഒരു അവസ്ഥ, ഇൻഎഫിഷ്യൻസി എന്ന് പറയുന്നത് വളരെ അതുപോലെ തന്നെ കനൈവൻസ് എന്ന് പറയുമ്പോൾ എന്താ പറയുന്നത്, അവരുടെ ഇതിനുള്ളിലുള്ള ഈ പ്രോബ്ലം എന്താ കൊല്യൂഷൻ എന്ന് പറയുന്നത് നമുക്ക് ഒമിനസ് ആണ്, ത്രെറ്റനിങ് ആണ്. അത്ര സംഭവം എളുപ്പമുള്ള പരിപാടിയല്ല, അത് ത്രെറ്റനിങ് ആണ്, ഫോർബിഡിങ് ആണ്, നമുക്കത് വാർണിംഗ് ആണ്, അത് ശരിക്കും പറഞ്ഞാൽ പ്രശ്നമാണ് അത് ഭാവിയിൽ അല്ലേ. എന്നിട്ട് ഡൽഹി പോലീസ് ഓൾസോ സേ ദാറ്റ് they have റിട്ടേൺ ടു GitHub, ഞങ്ങൾ GitHubലോട്ട് എഴുതി അയച്ചിട്ടുണ്ട് അല്ലേ, the US based platform. അപ്പം ഇങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോൾ അവരെന്താ ചെയ്ത്, they have written to GitHub, the US based platform that hosted the toxic apps. ഈ ആപ്പ് ഹോസ്റ്റ് ചെയ്ത പ്ലാറ്റ്ഫോമിലോട്ട് അവർ ഒരു ലെറ്റർ കൊടുത്തിട്ടുണ്ട്. they are also seeking the mutual legal assistance treaty procedure to find information about the app from the US after its intelligence fusion and strategic operation unit took over the case. അതിപ്പോൾ നോക്കുക, അതുപോലെ തന്നെ അവരെന്ത് ചെയ്തു, മ്യൂച്വൽ ലീഗൽ അസിസ്റ്റൻസിന്റെ പ്രൊസീജിയറിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്, സീക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഇൻഫർമേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആപ്പിനെ പറ്റി, US ആപ്പിനെ പറ്റി നോക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തു, ഇന്റലിജൻസ് ഫ്യൂഷൻ ആൻഡ് സ്ട്രാറ്റജിക് ഓപ്പറേഷൻസും ആയിട്ട് ഈ കേസ് അവർക്ക് കൊടുത്തു. ദേ ടുക്ക് ദ കൺട്രോൾ, അവർക്ക് കൊടുത്തു, അതായത് അവരിലോട്ട് അത് റെസ്പോൺസിബിലിറ്റി ഏൽപ്പിച്ചു. ഇപ്പോൾ ഡൽഹി പോലീസിന്റെ കയ്യിലല്ല കാര്യം, കേസ് കൈവിട്ടു, CBIക്ക് കൊടുത്തു എന്ന് പറയുന്ന പോലെ ഇന്റലിജൻസ് ഫ്യൂഷൻ ആൻഡ് സ്ട്രാറ്റജിക് ഓപ്പറേഷനുകാർക്ക് കേസ് മാറി, ഇപ്പോൾ കേസ് ഇരിക്കുന്നത്. അപ്പോൾ ഓർക്കാട്ടോ, അതാണ് നമ്മുടെ ഡൽഹി പോലീസിന് ഇത് കണ്ടുപിടിക്കാൻ പറ്റാതെ വന്നത്, അതാണ് അവരുടെ ഇൻഎഫിക്കൻസി എന്ന് നാം പറഞ്ഞത്. അതിലേക്ക് കേസ് മാറി, കൈകാര്യം കൊടുത്തു എന്നാണ് പറയുന്നത്. ഓൾ ദിസ് ഇസ് ബീങ് റിവീൽഡ് ആഫ്റ്റർ ദ സെക്കൻഡ് FIR. ഇതൊക്കെ റിവീൽ ചെയ്യപ്പെട്ടത് എപ്പോഴാണെന്ന് വെച്ചാൽ ആഫ്റ്റർ ദ സെക്കൻഡ് FIR വാസ് ഫൈൽഡ് ദിസ് വീക്ക്. Sena MP Priyanka Chaturvedi had written to UN IT Minister in July and September about several social media platforms or events that were being used to berate Muslim women. In November, the minister replied that the ministry was working on. അപ്പോൾ ഇത് എത്രാമത്തെ തവണ ഇതിലോട്ട് മാറിയെന്ന് മനസ്സിലായോ? ഇപ്പോൾ ഈ വീക്കിൽ സെക്കൻഡ് FIR ഫയൽ ചെയ്തതിന് ശേഷമാണ് ഇങ്ങനത്തുള്ള കാര്യങ്ങൾ റിവീൽ ചെയ്യപ്പെട്ടത്, നാട്ടിലോട്ട് റിവീൽ ചെയ്യപ്പെട്ടത്. ഇപ്പോൾ ശിവസേനയുടെ MP ആയിട്ടുള്ള പ്രിയങ്ക ചതുർവേദി പറഞ്ഞത് അവർ യൂണിയൻ IT മിനിസ്റ്റർക്ക് എഴുതിയിട്ടുണ്ടായിരുന്നു ഇക്കാര്യത്തെ പറ്റി. ജൂലൈയിലും എഴുതിയിട്ടുണ്ടായിരുന്നു, സെപ്റ്റംബറിലും എഴുതിയിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിനെ പറ്റി, ഇതുപോലെ നടക്കുന്ന പ്രശ്നങ്ങളെ പറ്റി. ഈ പ്രശ്നങ്ങൾ ആർക്കെതിരെയാണ് ഉള്ളത്? ദേ ആർ ക്രിട്ടിസൈസിങ് മുസ്ലിം വിമൻ ആണ്, നോക്കി ടാർഗറ്റ് ചെയ്യാണ്, മനസ്സിലായോ? അപ്പം നവംബറിൽ, ഇതിൻ്റെ അനുസരിച്ച് സെപ്റ്റംബറിൽ ഇത് അയച്ചതിന് ശേഷം നവംബറിൽ മിനിസ്റ്റർ റിപ്ലൈ ചെയ്തു, മിനിസ്ട്രി വാസ് വർക്കിംഗ് ഓൺ ഐഡന്റിഫൈങ് ദ ഗ്യാപ്സ് ഇൻ കറന്റ് ലെജിസ്ലേച്ചർ. നോക്കണം, they are working on identifying the gaps in current legislature to address contemporary issues of cyberspace, including provisions of protect citizens, especially women, from any online harassment and cyberbullying. While that is necessary, it cannot be an accused to let online mobs roam free. The police must identify and arrest the original culprit, but if that process takes months on end, there have to be interim measures to enforce the rule of law. The Mumbai police have done exactly that, enacting with the alacrity that that this case deserves. അപ്പോൾ നോക്കിക്കേ, മുംബൈ പോലീസും അങ്ങനെ തന്നെയല്ലേ ചെയ്തത്. അപ്പോൾ മുംബൈ പോലീസിനെ കണ്ട് പഠിക്കാൻ വീണ്ടും എടുത്ത് കൊടുക്കുകയാണ്. കാര്യം വെച്ചാൽ നമ്മൾ ഡൽഹി പോലീസ് ശിവസേന MP പറഞ്ഞ് പ്രിയങ്ക ചതുർവേദി അയച്ചപ്പോൾ പറഞ്ഞു, യൂണിയൻ മിനിസ്റ്റർ പറഞ്ഞു എന്താ, ഞങ്ങൾ അതിനെപ്പറ്റി ആലോചിക്കുന്നുണ്ട്, ഞങ്ങൾ അതിൻ്റെ നോക്കുക, ഗ്യാപ്പ് എവിടെയാണ്, അവിടുത്തെ ലൂപ്പ് ഹോൾ ഗ്യാപ്പ് എവിടെയാണ് കറന്റ് ലെജിസ്ലേച്ചറിലുള്ളതെന്നൊക്കെ ഞങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്, സൈബർ സ്പേസിൽ അതിനെപ്പറ്റി ചിന്തിക്കുന്നുണ്ട്. അതുപോലെ ഞങ്ങൾ സിറ്റിസൺസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി, എസ്പെഷ്യലി വിമനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ നോക്കുന്നുണ്ട്. ഓൺലൈൻ ഹറാസ്മെന്റിൽ നിന്നും സൈബർ ബുള്ളിങ്ങിൽ നിന്നും ഞങ്ങൾ അതിനുള്ള എല്ലാ കാര്യങ്ങളും മെഷേഴ്സും എടുക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് കറക്റ്റ്, നല്ല കാര്യമാണ് അല്ലേ, ചെയ്യുന്നതൊക്കെ നല്ല കാര്യമാണ്. പക്ഷേ ഒരു കാര്യം ഓർക്കണം, ഇത് നെസസറി ആയിരിക്കുന്ന സമയത്തും നമ്മൾ ഒരിക്കലും ഇതൊരു എക്സ്ക്യൂസ് കൊടുക്കരുത്. ഇങ്ങനെയുള്ളവന്മാർക്ക് ഫ്രീ ആയിട്ട് റോം ചെയ്യാൻ വേണ്ടി ഒരു എക്സ്ക്യൂസ് ആയിട്ട് വിട്ടുകൊടുക്കും. സമയം താമസിക്കും തോറും ഇവന്മാർ ഇങ്ങനെ ഇറങ്ങും, അർമാദിച്ച് നടക്കും, പാർട്ടിങ് നടത്തും ഓൺലൈനിൽ. അതാ പ്രശ്നം, ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും അതാ പ്രശ്നം. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? പോലീസ് എന്താ ചെയ്യേണ്ടത്? കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യുക, അറസ്റ്റ് ചെയ്യുക ഇങ്ങനെയുള്ള ഒറിജിനൽ കൾപ്രിറ്റിനെ. പക്ഷേ അത് താമസിക്കും തോറും പ്രശ്നമായതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു ക്രിയേറ്റ് ഒരു ഇന്ററിം മെഷർ, ഒരു ടെമ്പററി മെഷർ, പ്രൊവിൻഷ്യൽ മെഷർ എടുക്കുക. ടെമ്പററി മെഷർ എന്തെങ്കിലും ഒന്ന് എടുക്കുക, എന്നിട്ട് ലോ എൻഫോഴ്സ് ചെയ്യുക. അതാണ് ഇപ്പോൾ ചെയ്യേണ്ട കാര്യം, മെയിനായിട്ട് ചെയ്യേണ്ട കാര്യം. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇത് തന്നെയല്ലേ മുംബൈ പോലീസ് എടുത്തത്. പെട്ടെന്ന് അവർ അറസ്റ്റ് ചെയ്തു, ട്രേസ് ചെയ്തു, അറസ്റ്റ് ചെയ്തു. അത് തന്നെ അവർ ചെയ്തു വിത്ത് എന്തൂസിയാസം, വളരെ അടിപൊളിയായിട്ട് അല്ലേ, വിത്ത് ആർഡർ അവർ അറസ്റ്റ് ചെയ്തു ഉമ്മാരെ. എന്നിട്ട് എന്ത് ചെയ്തു? ആ കേസിന് ഡിസേർവ് ചെയ്ത ആ എന്തൂസിയാസം അവർ കൊടുത്തു. എന്നിട്ട് ബാക്കിയിലോട്ട് നോക്കാം.
അവരെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി എന്താ കാര്യം നോക്കാം. അവരെ തൂക്കിക്കൊല്ലാൻ വിധിച്ചൊന്നുമില്ലല്ലോ, അറസ്റ്റ് ചെയ്തിട്ടല്ലേ ഉള്ളൂ. എന്നിട്ട് നോക്കാം ഒറിജിനൽ ആണോ. ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും ഇൻവോൾവ് ചെയ്തവർക്ക് കൃത്യമായ ശിക്ഷ കൊടുക്കുമെന്ന് തന്നെ മുംബൈ പോലീസ് പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് ഡൽഹി പോലീസും ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ കൃത്യമായിട്ട് അനലൈസ് ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് അനലിറ്റിക്കൽ അറ്റ് ദ സെയിം ടൈം ക്രിട്ടിക്കൽ, അല്ലെ, വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു റൈറ്റപ്പാണ് ഇന്നത്തത്. അപ്പോൾ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ക്ലിയർ ആണോ? സിമ്പിൾ വെക്കണം എന്നാണ്, പക്ഷെ നോക്കുക, സിമ്പിൾ വെക്കണം എന്നാണേ. വർഗീസ് ഒന്ന് ശ്രദ്ധിക്കണേ. സിമ്പിൾ എന്ന് പറയുമ്പോൾ തീരെ സ്മോൾ അല്ല. സിമ്പിൾ എന്ന് പറയുമ്പോൾ മനസ്സിലാകുന്ന രീതിയിലുള്ളതെന്നാണ് പറയുന്നത് എസ് റൈറ്റിംഗിൽ. അതിൻ്റെ അർത്ഥം എന്താ? സിമ്പിൾ വൊക്കാബ് എന്ന് പറയുമ്പോൾ കൺഫ്യൂസിങ് ആയിട്ടുള്ളതാവരുത്, ബട്ട് സ്റ്റാൻഡേർഡ് വൊക്കാബ് ആയിരിക്കണം. ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, യു ക്യാൻ യൂസ് സിമ്പിൾ വൊക്കാബ് ബട്ട് ക്ലാസി. അതോടത്തോളം അതുകൊണ്ടല്ലേ നമ്മൾ വൊക്കാബ് പഠിപ്പിക്കുന്നത്. മനസ്സിലായോ? ഓക്കെ, ഗ്രേറ്റ്. താങ്ക് യു ഹരി, താങ്ക് യു സോ മച്ച്. അപ്പോൾ ഓക്കെ ആണല്ലോ, നമുക്ക് വേഗം ഇന്നലത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം കേട്ടോ. ഇന്നലത്തെ സ്പോട്ട് ദ ക്വസ്റ്റ്യൻ. ഒരുപാട് സമയം ഇപ്പം തന്നെ, സമയം ഒരുപാടായി. ഓക്കെ, നമുക്ക് വേഗം ഇന്നലത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇന്നലത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു: ദ മിലിറ്ററി ഷുഡ് എൻഡ് ദ ക്രാക്ക് ഡൗൺ ഇൻ സുഡാൻ ആൻഡ് പേവ്ഡ് ദ വേ ഫോർ ഡെമോക്രസി. അപ്പോൾ ഒരുപാട് പേര് ആൻസർ തന്നു. ആൻസർ ആയിരുന്നവർ ഇപ്പോൾ ഒന്ന് ആൻസർ തന്നെ. ദ മിലിറ്ററി ഷുഡ് എൻഡ് ദ ക്രാക്ക് ഡൗൺ ഇൻ സുഡാൻ ആൻഡ് പേവ്ഡ് ദ വേ ഫോർ ഡെമോക്രസി. ഇവിടെ എന്താണ് എറർ പറയാമോ? പറഞ്ഞേ ആൻസർ പറഞ്ഞേ. പറയൂ ആൻസർ പറ. വേഗം പോരട്ടെ, സമയം ഒരുപാട് വൈകി ഇപ്പൊ തന്നെ. നോക്കാം, ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ? മിലിറ്ററി ഷുഡ്. എന്ത് ഷുഡ് ഇസ് എ മോഡൽ വേർബ്. മോഡൽ വേർബിന് ശേഷം എന്ത് വരണം? മോഡലിന് ശേഷം എന്ത് വരണം? V1 വരണം. നമ്മൾ പഠിച്ചിട്ടുണ്ട് മോഡലിന് ശേഷം വരുന്നത് V1 ആയിരിക്കും. എൻഡ് V1 ആണ്. സെറ്റ്, കുഴപ്പമില്ല. എൻഡ് ക്രാക്ക് ഡൗൺ ഇൻ സുഡാൻ. അപ്പോൾ ക്രാക്ക് ഡൗൺ ഇതാക്കുക, സുഡാനിൽ നിർത്തി വെക്കുക. ഓക്കെ, ഒന്ന്. ആൻഡ് പേവ്ഡ് വരുമോ? ഈ ഷുഡ് ഇതിന് മാത്രമല്ല, രണ്ട് വെർബിനും കൂടിയുള്ള ഷുഡാ. അപ്പോൾ പേവ്ഡ് വരാൻ പാടില്ല, V2 വരാൻ പാടില്ല. ഇവിടെയും V1 തന്നെ വരണം. സോ പേവ്. ഓക്കെ, അതുല്യ പേവ്സ് വരരുത്. മോഡലിന് ശേഷം എപ്പോഴും എന്ത്? V5, അതായത് എസ് അല്ലെങ്കിൽ ES ഉള്ളതിനാണ് V5 എന്ന് പറയാം. അല്ലെങ്കിൽ V2, അതെന്താ എന്താണ് പാസ്റ്റ് ടെൻസ്, വരാൻ പാടില്ല. അല്ലെങ്കിൽ V4 എന്താ? ING4, അതും വരാൻ പാടില്ല. എന്താ പിന്നെ വരേണ്ടത്? എപ്പോഴും ഓർത്ത് വെച്ചോ, അതിലൊരു മാറ്റവും ഇല്ല. നമ്മൾ എപ്പോഴും പറയുന്നതാണ്, ഇത് വരാൻ പാടില്ല, V2 വരാൻ പാടില്ല, ING4 വരാൻ പാടില്ല. എന്ത് വരണം? V1 വരണം. V1 എന്ന് പറയുമ്പോൾ അത് എന്താ അർത്ഥം? V1 എന്ന് പറയുമ്പോൾ വെർബിന്റെ ഫസ്റ്റ് ഫോം. ഓക്കെ, അത് ഓർത്ത് വെച്ചോളൂ. Okay, great. Moving to today's question. ഇതാണ് ഇന്നത്തെ question. The economy needs closer attention for a less bumpy 2022 among the latest COVID-19 wave. The economy needs closer attention for a less bumpy 2022 among the latest COVID-19 wave. Spot the error and answer me in the comment section. Comment section answer it all. Okay, so thank you so much everyone. അപ്പോൾ ഇന്ന് ലൈവിൽ വന്ന് ഒരുപാട് നിങ്ങളെല്ലാവരും ഒരുപാട് നന്നായി സഹകരിച്ചു. താങ്ക് യു സോ മച്ച്. അപ്പോൾ കീപ് വാച്ചിങ്, കീപ് സപ്പോർട്ടിങ്, ബി വിത്ത് us. ഓക്കെ, അപ്പോൾ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ട്, നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ ഞാൻ നോട്ട്സ് നിങ്ങൾക്ക് ഇട്ട് തരും കേട്ടോ ഇതിൽ. അപ്പോൾ ടെലിഗ്രാം ചാനലിൻ്റെ പേര് കേരള PSC ഷോർട്ട് സെലക്ഷൻ. അപ്പോൾ സെർച്ച് ചെയ്യാം നിങ്ങൾക്ക്. നമ്മുടെ ഒഫീഷ്യൽ ചാനലാണ്. അപ്പോൾ റെക്കോർഡ് വീഡിയോ കാണുന്നവർക്കും താങ്ക് യു സോ മച്ച്. സ്റ്റേ കണക്റ്റഡ്. ഓക്കെ, താങ്ക് യു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കോമെന്റ് സെക്ഷനിൽ ആൻസേഴ്സ് പോസ്റ്റ് ചെയ്യാൻ മറക്കരുത്. സജഷൻസ് ഉണ്ടെങ്കിൽ ഇടാം, അതുപോലെ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. യു ആർ ഓൾവേസ് വെൽക്കം. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഷെയർ ഇറ്റ് അമംഗ് യുവർ ഫ്രണ്ട്സ്, ഫാമിലി മെമ്പേഴ്സ്, മറ്റ് ആസ്പിറൻസിലൊക്കെ എത്തിക്കാം. ADA 24/7 ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ മറക്കണ്ട. നിങ്ങൾക്ക് ക്വിസസ് ഡെയിലി ഉണ്ട്, ഫ്രീ ക്വിസസ് ആൻഡ് മോക്ക് ടെസ്റ്റുകൾ. അതുകൊണ്ട് തന്നെ പോയിന്റ്സ് കിട്ടും. പോയിന്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒരു കോഴ്സ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിലും ചീപ്പസ്റ്റ് റേറ്റിൽ കോഴ്സുകളും കിട്ടും, റിഡീം ചെയ്തെടുക്കാം. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു സോ മച്ച്. ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. താങ്ക് യു. ബൈ. ടേക്ക് കെയർ. ബട്ട് സ്റ്റേ സേഫ് ആൻഡ് സൗണ്ട്.